സ്വർണമാല നീലവാസായക കുണ്ടലോ ഫലകുതി കൃതസുഭഗ സുന്ദരഭുജോ ഭഗവാൻ മഹേന്ദ്ര വാരണേന്ദ്രൈവ കാഞ്ചനീ കക്ഷ ഉദാരലീലോ വിഭക്തി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സയേഷയേവമനുശ്രുതോ ധ്യായമാനോ മുമുക്ഷൂണാം അനാദികാലകർമ്മ വാസനാഗ്രഥിതമവിദ്യാമയം ഹൃദയഗ്രന്ഥി സത്വരജസ്തമോമയമന്തർഹൃദയം ഗതാശു നിർഭിനത്തി തസ്യാനുഭാവാൻ ഭഗവാൻ സ്വയംഭുവോ നാരദസ്സക തുംബുരുണാ സഭായം ബ്രഹ്മണഃ സംക്ഷോഭയാമാസ ഉൽപത്തിസ്ഥിതിലയ ഹേതവോസ്യ കൽപാസത്വാദ്യ പ്രകൃതിഗുണായ ദീക്ഷയാ സംസം യദ്രൂപം ധ്രുവമാകൃതം യദേകമാത്മൻ നാനാദാൽ കഥമുഖവേ തദസ്സവർമ്മ മൂർത്തിന്നഃ ഗുരുകൃപയാ ഭവാരസത്വം സംശുദ്ധം സദാ സദിദം വിഭാതിയത്ര യല്ലീല മൃഗപതിരാഗദേന പദ്യാമാദാതും സ്വജനമനാം സുധാരവീയ യന്നാമ ശ്രുതമനുകീർത്തയേദാകസ്മാദാർത്ഥോ വാ യദി പതിനഃ പ്രലംബനാദ്വാ ഹന്ത്യം സപതി നൃണാമശേഷമന്യം കം ശേഷാൽ ഭഗവതഃ ആശ്രയേൻ മുമുക്ഷു ധന്യർപ്പിതമനുബൽ സഹസ്രമൂർധനോ ഭൂഗോളം സഗിതി സകിൽ സമുദ്രസത്വം ആനന്ദ്യാദാനിമിത വിക്രമസ്യ ഭൂംനഃ കോ വീര്യാണ്യധിപനയേ സഹസ്രജിഹ്വാൻ ഏവം പ്രഭാവോ ഭഗവാനന്ദോ ദുരന്തവീര്യോരുഗുണാനുഭവഃ മൂലേ രസായാഃ സ്ഥിത ആത്മതന്ത്രോ യോ ലീലയാ ക്ഷ്മാം സ്ഥിതയേ ബിഭർത്തി യഥാഖ്യേവേഗ നൃഭിരുപഗന്തവ്യാഗതയോ യഥാ കർമ്മ വിനിർമ്മിത യഥോപദേശമനുവർണിതാഃ കാമാൻ കാമയാനീഹ ഏതാവതീ രാജൻ പുംസഃ പ്രവൃത്തിലക്ഷണസ്യ ധർമ്മസ്യ വിപാകഗതയ ഉച്ചാപചാ വിസദൃശാ യഥാ പ്രശ്നം വ്യാചക്യേ കിമന്യൽ കഥയാമ ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം പഞ്ചമസ്കന്ധേ ഭൂവിവരവിദ്യുപവർണ്ണനം നാമ പഞ്ചവിംശതിതമോऽധ്യായഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സ്ഥാനം എന്ന ലക്ഷണം പ്രതിപാദിക്കൽ കഴിഞ്ഞു എന്ന നാട്യത്തിൽ ശുഭബ്രഹ്മർഷി കഥ പറയൽ നിർത്തിയെന്നാണ്. അപ്പോഴാണ് പരീക്ഷിച്ച് അങ്ങ് പലതും പറഞ്ഞു. അതിൻ്റെ ഇടയിൽ നരകലോകങ്ങളെ കുറിച്ച് ഒട്ടും സൂചിപ്പിക്കുക പോലും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെയുള്ള ലോകം ഇല്ലാന്നുണ്ടോ? വെറുതെ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണോ അതോ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് യമലോകം അങ്ങയോട് പറഞ്ഞല്ലോ ഞാൻ തെക്ക് ഭാഗത്തുണ്ടെന്ന്. ആ യമലോകത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു 28 നരകങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. നരകങ്ങള് നരകാഖ്യ സംഖ്യ അനേകം നരകങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത്. അതിലൊരു 28 കുറിച്ച് ഞാൻ പറയാം. അത് യമലോകത്തിന്റെ തെക്ക് ഭാഗത്തുള്ളത്. ദേവി ഭാഗവത്തിലാണെങ്കിൽ 80 നരക കുണ്ടങ്ങൾ എന്നാണ് പറയുന്നത്. കിണറുകളാണ് അവിടെ പറയുന്നത്. അപ്പൊ നരകം എന്ന് പറഞ്ഞാൽ ഈ ഭഗവത്ഗീതയിലാണ് പറയണത് വെച്ചാലോ, അപ്പോ അത് മനുഷ്യന്റെ മനസ്സിലുള്ള നരകങ്ങളെ കുറിച്ച് ത്രിവിധം നരകസ്യേതം ദ്വാരം നാശനമാത്മന കാമ ക്രോധസ്തഥാ ലോഭസ്തസ്മാ ഏതത്രയം ത്യജേൽ ഗീതേ. അപ്പൊ കാമവും ക്രോധവും ലോഭവുമാണ് മനസ്സിലുള്ള നരകങ്ങൾ എന്നത്. നമ്മുടെ അന്ധകരണത്തിലുള്ള നരകം ഏതാന്ന് ചോദിച്ചാൽ കാമവും ക്രോധവും ലോഭവും. ഇതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഈശ്വരാഭിമുഖമല്ലാതെ ആക്കി തീർക്കുന്നത്. ഇത് മനസ്സിന്റെ. പിന്നെ നമ്മൾ പറയില്ലേ ഇങ്ങനെ ഒരു നരകം ഓരോരുത്തർ ശപിച്ച് പറയില്ലേ. അപ്പൊ
നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഓരോ നരകങ്ങളുണ്ട്. അത് നമ്മുടെ മനസ്സിൽ മാത്രമല്ല, വീട്ടിലല്ല, നാട്ടിലല്ല, രാജ്യത്തല്ല, ലോകത്തല്ല, ഇങ്ങനെ എല്ലായിടത്തും അതാത് വ്യാവഹാരിക ദശയില് നരകമുണ്ട്, സ്വർഗമുണ്ട്. അപ്പൊ സ്വർഗം നരകം എന്ന് പറയുന്നത് നമ്മളുടെ സുഖം അനുഭവിക്കുന്ന തലവും ദുഃഖം അനുഭവിക്കുന്ന തലമാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. എന്നാലും 28 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഓരോന്നിലും ആരെയൊക്കെയാണ് കൊണ്ടുപോകണത്, എന്തൊക്കെ കർമ്മം ചെയ്താലാണ് അവിടേക്കൊക്കെ പോവുക എന്നുള്ളതാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിച്ചുകൊണ്ട് പഞ്ചമസ്കന്ധം സമർപ്പിക്കുന്നത്. നമോ ഭഗവതേ വാസുദേവായ. ഷഡ്വിംശോऽധ്യായ. രാജോവാച മദർഷയേതദ്വൈചിത്രം ലോകസ്യ കഥമിതി. ഋഷിരുവാച ത്രിഗുണത്വാत् കർത്തുശ്രദ്ധയാ കർമ്മഗതയ പൃഥഗ്വിധാ സർവാ ഏവ സർവസ്യ താരതമ്യേന ഭവന്തി. അഥേതാനീം പ്രതിശുദ്ധലക്ഷണസ്യ ധർമ്മസ്യ തഥൈവ കർത്തുശ്രദ്ധായാ വൈസാദൃശ്യാത് കർമ്മഫലം സദൃശം ഭവതി. യാ ജ്ഞാത്യവിദ്യയാ കൃതകാമാനാം തത്പരിണാമലക്ഷണാ ശ്രതയഃ സഹസ്രശ പ്രവൃത്താസ്താസാം പ്രാചുര്യേണ അനുവർണ്ണയിഷ്യാമ. രാജോവാച നരകാനാമ ഭഗവൻ കിം ദേശവിശേഷാധവാ സ്ത്രീലോക്യാഹോസ്യതന്തരാളയതി. ഋഷിരുവാച അന്തരാളയേവ ജഗത്യാസ്തു ഋഷിദക്ഷിണസ്യാമധസ്താത് ഭൂമേരുപരിഷ്ടാച്ച ജലാദ്യസ്യാമഗ്നിശ്വാത്താദയ പിതൃഗണാദിശിസ്വാനാം ഗോത്രാണാം പരമേണ സമാധിനാ സത്യ ഏവാശുരാശാസാനാ നിവസന്തി. യത്ര ഹവാവ ഭഗവാൻ പിതൃരാജോ വൈ വസ്വതസ്വ വിഷയം പ്രാപിതേഷു സ്വപുരുഷൈർജന്തുഷു സംവരേതേഷു യഥാ കർമാവദ്യം ദോഷമേവാനുല്ലംഘ്യ ഭഗവച്ഛാസന സഗണോദമം ധാരയതി. തത്ര ഹൈകേ നരകാനേകവിംശതി ഗണയന്തി അഥതാസ്തേ രാജന്നാമരൂപലക്ഷണതോ അനുക്രമിഷ്യാമസ്താമിശ്രോ ദധാമിശ്രോ രൗരവോ മഹാരൗരവ കുംഭീഭാഗകാലസൂത്രമസിപത്രവനം സൂകരമുഖമന്ധഗോപക്രമിഭോജനം സന്തം ശസ്ത്രസൂർമിർവജ്രകണ്ഡകശാൽമലി വൈതരണീ പൂയോദ പ്രാണരോധോ വിശസനന്ദാരാഭക്ഷാരമേയാദനമവീചിരയഃ കിഞ്ചക്ഷാരകർദ്ദമോ ക്ഷാരകർദ്ദമോ രക്ഷോഗണഭോജനക്ഷൂലപ്രോദോദന്തശൂകോവടനിരോധന പര്യാവർത്തന സൂചീമുഖമിത്യഷ്ടാവിംശതിർനരകാവിവധയാതനാ ഭൂമയ. തത്ര യസ്തു വരവിത്താപഞ്ചകളത്രാണ്യപഹരതി സഹി കാലഭാഷബദ്ധോയമപുരുഷൈ അതിഭയാനകൈ താമിസ്ത്രേ നരകേ ബലാന്നിപാത്രേ അനശനാനുദപാനദണ്ഡതാടന സന്ദർജനാദിഭി യാതനാഭിയാദ്യമാനോ ജന്തുര്യത്ര കശ്മലമാസാദിര ഏകദേവ മൂർച്ഛാമുഭയാദിതാമിശ്രപ്രായേ. ഏവമേവാന്ധതാമിശ്രയസ്തു വഞ്ചയിത്വാ പുരുഷം ദാരാദീനുപയുക്തേ യത്ര സനീനീ നിപാദ്യമാനോ യാതനാസ്ത്രോ വേദനയാ നഷ്ടപതിർനഷ്ടദൃഷ്ട ഭവതി. യഥാ വനസ്പതിർദൃശ്യമാനമൂലസ്തസ്മാദന്ധതാമിശ്രം തമുപദിശന്തി. യസ്തു ഭവായേതദഹമതി മമേതമിതി ഭൂതദ്രോഹേണ കേവലം സ്വകുടുംബമേവ അനുദിനം പ്രപുഷ്ണാതി. സതദിഹ വിഹായ സ്വയമേവ തദശുഭേന രൗരവേ നിപതതി. പരത്ര യമയാതനാമുപഗതം തയേവരുരവോ ഭൂത്വാ തഥാ തമേവ വിഹിംസന്തി. തസ്മാദ് രൗരവവിദ്യാഹുരുരുരി സർപ്പാദരിക്രൂരസത്വസ്യാവദേശ. ഏവമേവ മഹാരൗരവോ യത്ര നിപതിനം പുരുഷം ക്രവ്യാദാനാമരുരവസ്ത്വം ക്രവ്യേണ ഘാതയന്തി. യഃ കേവലം ദേഹം ഭര യസ്തു ഹവാഗ്രപശൂൻ ഭക്ഷിണോ വാ പ്രാണദൗ ബന്ധയതി. തമപകരുണം പുരുഷാദൈരവിഗരിഹിതമമുത്രയമാനുജരാ കുംഭീഭാഗേ തത്രൈരേ ഉപരന്ധയന്തി. സകാലസൂത്രസംഹ്യകേ നരകേ അയുതയോജനപരിമണ്ഡലേ താമ്രമയേ തപ്തഖലേ ഉപര്യധസ്താദഗ്നിർക്കാഭ്യാം അഭിതപ്യമാനേഭിനിവേചിത ശുദ്ധിവാസാഭ്യാം ച ദഹ്യമാനാന്തർബഹിഃ ശരീരാസ്തേ ശയതേ ചേഷ്ടദേവ തിഷ്ഠതി പരിധാവതി ച യാവന്തി പശുരോ വാണിതാവദ്വർഷസഹസ്രാണി. യസ്തുഹമൈനിജവേദപധാദനാപദ്യപകതപ്പാഖണ്ഡം ചോപകതസ്തമസിപത്രവനം പ്രവേശകസയാ പ്രഹരന്തി. തത്ര ഹാസാവിരസ്ത്രോധാപമാനോഭയോ ഉഭയതോ ധാരൈസ്താലവനാസിപത്രൈഃ ഛിദ്യമാനഃ സർവാംഗോഹാഹതോസ്മീതി പരമയാ വേദനയാ മൂർച്ഛിതഃ പദേ പദേ നിപതതി സ്വകരം മഹാപാഖണ്ഡാനഗതം ഫലം ഭുങ്ക്തേ. യസ്തുഹമൈ രാജാ രാജപുരുഷോ വാദന്ത്യേ ദണ്ഡം പ്രണയതി ബ്രാഹ്മണേ വാസനീരദണ്ഡം സഭാവീയം നരകേ മുത്രസൂകരമുഖേ
നിപതതി തത്ര അതിവലൈർവിഷ്പിഷ്യമാനാവയവോ യഥൈവേഹ ക്ഷുഖണ്ഡ ആർത്തസ്വരേണ സ്വനേ വജിൽമൂർച്ഛിത കശ്മലമുപഗതോ യഥൈവേഹ ദൃഷ്ടദോഷാ ഉപരുദ്ധാ യസ്യുഹവൈ ഭൂതാനാമീശ്വരോപകൽപ്പിതവൃത്തീനാം അവിവിക്തവരവ്യധാനാം സ്വയം പുരുഷോപകൽപ്പിതവൃത്തിർവിവിക്തവരവ്യധോഗ്ധാ യഥാ മാതരതി സപരസ്കാന്ധകൂപേതരഭിദ്രോഹേണ നിപതതി തത്ര ഹാസൗ തൈർജന്തുഭിः പശുമൃഗപക്ഷുതരീശ്രമൈർമശകയൂകാമത്കുണമക്ഷികാദിഭിः യേ ചാഭിദ്രുഗ്ധാസ്തൈः സർവതോഭിദൃശ്യമാണസ്തമസി വിഹതനിദ്രാനിർവൃതിരലബ്ധാവസ്ഥാന പരിക്രാമതി യഥാ ശരീരേ ജീവ യസ്തു ഭവാസംഭവജ്യാശ്നാദി യത്കിഞ്ചനോപണതമനിർമ്മിതമഞ്ജയജ്ഞോ വായ സംസ്കൃതസ്സപരത്ര കൃമിഭോജന നരകാദമേ നിപതതി തത്ര ശതസഹസ്രയോജനേ കൃമികുണ്ഡേ കൃമിഭൂതസ്വയം കൃമിഭിരേവ ഭക്ഷ്യമാന കൃമിഭോജനോ യാവത്പദപ്രത്താ പ്രഭുതാദോ നിഗമേശമാത്മാനം യാതയതേ യസ്തു വൈസ്തേന ബലാദ്വാഹിരണ്യരത്നാദീനി ബ്രാഹ്മണസ്യ വാപഹരത്യന്യസ്യ വാനാപതി പുരുഷോത്തമമുത്രരാജി യമപുരുഷായ സ്മൈരഗ്നിപിണ്ഡൈ സന്തംശൈസ്മൃതി നിഷ്കുഷന്തി യസ്തു ഭവാഗമ്യാം സയമഗമ്യം വാ പുരുഷം യോഷിതഭിഗച്ഛതിതാവിമുത്ര കാശായാതാടയന്തസ്തിത്മയാ സൂർണ്യാലോമയ്യാ പുരുഷമാലിംഗയന്തി സ്ത്രിയം ച പുരുഷരൂപയാ സൂർണ്യായ യസ്തു ഭവൈ സർവാഭിഗമസ്തമമുത്ര നിരയേന വർത്തമാനം വജ്രകണ്ഠകശാൽമലീമാരോപ്യ നിഷ്കർഷന്തി യസ്തു ഭവൈ രാജന്യ രാജപുരുഷാ അപാഖണ്ഡാ ധർമ്മസേതൂൻ ഭിന്ദന്തി തേ സംഭരേത്യ വൈതരണ്യാം നിപതന്തി ഭിന്നവിദ്യാദാസ്തസ്യാം നിരയവരിഘാഭൂതായ നദ്യാം യാദോ ഗണീരതസ്തതോ ഭക്ഷ്യമാനാത്മനാ നവീജ്യമാനാശ്ചാസുപരിജ്യമാനാ സ്വാഘേന കർമ്മപാകമനുസ്മരന്തോ വിൺമൂത്രപൂയശോണിതകേശനഖാസ്ഥിമേതോ മാംസവസാവാഹിന്യാം ഉപതപ്യന്തേ യേത്തു ഭവൈ വൃഷളീവതയോ നഷ്ടസൗചാചാര നിയമാസ്തിക്തജ്ഞ പശുജജ്ഞാന്തരന്തി തേജാഭിപ്രേത്യഭൂയ വിൺമൂത്രശ്ലേഷ്മവലാപൂർണാർണവേ നിപതന്തി തദേവാദിഭക്ഷിതമശ്നന്തി ചേത്തി ഭവൈശ്വകർദ്ദഭവതയോ ബ്രാഹ്മണാദയോ മൃഗയാ വിഹാരാതീർത്ഥേ ച മൃഗാൻ നിഘ്നന്തി താനപി സംപരേതാൻ ലക്ഷ്യഭൂതാൻ യമപുരുഷാ വിഷുഭിർവിഘ്നന്തി യേത്തു ഭവൈരാംഭികാദംഭയജ്ഞേഷു പശൂൻ വിശസന്തി താനമുഷ്മില്ലോകേ വൈശസേ നരകേ പതിരാന്തരേപതയോ യാതയിത്വാ വിശസന്തി യസ്തു ഭവൈ സുവർണാം ഭാര്യാന്തിജോരേദഃ പായേരീകാമോഹിതസ്തം പാപകൃതമമുത്രരേദഃ കുല്യായാം പാദയത്വാരേദഃ സമ്പായന്തി യേത്തി ഭവൈ ദസ്യവോഗ്രാഗനദാഗ്രാമാൻ സാർത്ഥാൻ വാപിലും വന്ദിരാജാനോ രാജഭടാപാതാംശ്ചാപി ഹി പരേത്യ യമദൂതാ പ്രജതംഷ്ട്ര വജ്രതംഷ്ട്രാശ്വാന സപ്തശതാനി വിംശതിഷ്ഠ സരഭസംഖാദന്തി യസ്തു ഭവാനദം വദതി സാക്ഷ്യേ വിർജവിർമയേദാനേവ കഥഞ്ചിത് വൈ പ്രേത്യ നരകേ വീതിമത്യധശിരാ നിരവകാശേ യോജനസദോച്ഛ്രായാഗ്നിമൂർധന സംവാത്രേ യത്രജലമിവ സ്ഥലമശ്മപൃഷ്ഠമവഭാസതേ തദവീചിമത്വിലശോ വിശീക്യമാന ശരീരോ നമ്രിയമാണ പുനരാരോപിതോ നിപതതി യസ്തു ഭവൈ വിപ്രോ രാജന്യോ വൈശ്യോ വാ സോമപി ഹസ്തകളത്രം വാസനാമൃതസ്ഥോപി ിപതി പ്രമാദരസ്തേഷാന്തരയം നീതാനാമരസി പദാക്രമ്യാസ്യേ ബന്ധിനാദ്രമാണം കാർഷ്ണായ സംശിന്ദന്തി അതജയസ്തി ഭവാത്മസംഭാവനേന സ്വയം രമോ ജന്മതവോ വിദ്യാധാരവർണ്ണാശ്രോമരോരീയസോ നഭൂമന്യേത സമൃതക ഏവ വൃത്വാ ക്ഷാരകർദ്ദമേ നിരയേവാക്ഷിരാ നിപാതിരോ ദുരന്തായാതനായ ഹസ്മതേ യേത്വമൈ പുരുഷമേഭേന ഇദന്തേ ആസ്ത്രിയോ നൃപശൂൻ ഖാദന്തി താംശ്ചദേവ സമൈവ നിഹതായ സദനേ യാതയന്തോ രക്ഷോകണാ സൗനികായ വസ്വധീനാവദായ ശക്തിബന്ധി നൃത്യന്തി ച ഗായന്തി ച ഹൃഷ്യമാണായ ദേഹപുരുഷാദ യേത്തു ഭവാനാഗസോരണ്യേ ഗ്രാമേ വാ വൈശ്രംഭകേരുപസൃതാ ഉപവിശ്രംഭയ്യ വിശൂലസൂത്രാദിശൂപപ്രോതാൻ ക്രീഡനകഥയാ യാതയന്തി തേ വിചക്രേത്യഗമയാതനാസു ശൂരാദിശൂപപ്രോതാത്മാന ശൂരാദിശുക്രോതാത്മാന ശുത്രുഭ്യാം ചാഭിഗതാ കൺകവടാദിഭിः ചേതസ്തവസ്തിക്മതുണ്ടൈരാഹന്യമാനാത്മസഫലം സ്മരന്തി യേത്വി ഭവൈ ഭൂതാൻ ത്വേജയന്തി നരാവിൽപണസ്വഭാവായ ദന്തശോകാസ്തേ വിപ്രേത്യ നരകേ ദന്തശോകാഖ്യേ നിപതന്തി യത്ര നൃപാ ദന്തശോകാഃ പഞ്ചമുഖാ സപ്തമുഖാ ഉപസൃത്യാഗ്രസന്തി യഥാഭിലേഷയ
കേത്യഭവാന്ധാപണകുശൂലഗുഹാദിഷു ഭൂതാനി നിരുന്ധന്തി തഥാമുത്ര തേഷു ഏവോ പ്രവേശ്യ സകലേണ ബന്ധിനാധൂപേണ നിരുന്ധന്തി യസ്തു ഭവാദിഹീനഭ്യാഗതാൻ വാ ഗൃഹപതിരസകൃതുപഗതമന്മർദ്ദിധക്ഷുരിപപാപേന ചക്ഷുഷാ നിരീക്ഷതേ തസ്യ ചാപി നിലയേ ഭാവദൃഷ്ടേ രക്ഷണീ വജ്രതുണ്ടാകൃത്രാകങ്കകാകപടാദയ പ്രസഖ്യോ ദുപരാദുത്പാദയന്തി യസ്തു ഭവാഢ്യാഭിമതിരഹം കൃതി ദിവ്യപ്രേക്ഷണ സർവതോഭിവിശങ്കീയർത്ഥദ്വയനാശകം ദയാ പരിശുഷ്യമാണ ഹൃദയവതിരോ നിർവൃത്തിമനവഗതോ ഗ്രഹ ഇവാർത്ഥമഭിരക്ഷതി സദാഭിപ്രേത്യുത്പാദനോത്കർഷണ സംരക്ഷണ സമലഗ്രഹ സൂചീമുഖേ നരകേ നിപതതി യത്ര ഹവിത്തഗ്രഹം പാപപുരുഷം ധർമ്മരാജപുരുഷാപായകാ ഇവ സർവതോംഗേഷു സൂത്രൈഃ പരിവയന്തി ഏവം വിധാനരകായമാലേ സന്ധിസഹസ്രഹസ്തേഷു സർവേഷു ച സർവൈവ ധർമ്മവർത്തിനോ ഏകേതിഹോദ്രാണിപദേ പയ്യായേണ വിസന്ധി തഥൈവ ധർമാനുവൃത്തിനൈതരത്രൈഹ പുനർഭവേ തദ്ഭയശേഷാഭ്യാം വിസന്ധി നിവൃത്തിലക്ഷണമാർഗ ആദാവേവ വ്യാഖ്യാത ഏതാവാനേവാണ്ടകോശോ യശ്ച തത്ര സദാഭിരാണേഷു വികൽപ്പിത ഉപഗീയതേ യത്തദ്ഭഗവതോ നാരായണസ്യ സാക്ഷാത് മഹാപുരുഷസ്യ സ്ഥവിഷ്ഠം രൂപമാത്മായ ഗുണമയവനവർണ്ണിതമാതൃത പഠതി ശൃണോതി ശ്രാവയതി സൗഭഗേയം ഭഗവത പരമാത്മനോ ഗ്രാഹ്യമപി ശ്രദ്ധാ ഭക്തി വിശുദ്ധ ബുദ്ധിർവേദ ശ്രുത്വാ സ്ഥൂലം തഥാ സൂക്ഷ്മം രൂപം ഭഗവതോ യതി സ്ഥൂലേ നിർഗതമാത്മാനം ശനൈഃ സൂക്ഷ്മം ധ്യാനയേതി ഭൂത്വീപവരിടശ്രിതദ്രിനഭത്സമുദ്രപാതാളദിഗ്നരകഭാഗണലോകസംസ്ഥാ ഗീതാമയാ തവ നിർവാകുലമീശ്വരസ്യ സ്ഥൂലം ബഹുസ്സകലജീവനികായ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി ഓം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അയ്യാസിക്യാമഷ്ടാദശസഹസ്രയാം പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ നരകാലവർണ്ണനം നാമ ഷഡ്വിംശോധ്യായം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് താമരപ്പൂവിൽ കയറിയിരുന്ന് ആകെ പരിഭ്രമിച്ചു. അവിടുന്ന് തപസ് ചെയ്തപ്പോൾ ഭഗവാനെ വൈകുണ്ഠം കാണിച്ചു കൊടുത്തു. ഭഗവാൻ വൈകുണ്ഠം കാണിച്ചു കൊടുത്തു. പിന്നെ ഭഗവാനിന്റെ ദർശനവും കൊടുത്തു. അത്യത്ഭുതമായ ദർശനം കിട്ടിയ സമയത്ത് ബ്രഹ്മാവ് ഭഗവാനോട് ചോദിച്ച കാര്യം, അങ്ങയുടെ സ്ഥൂല രൂപവും സൂക്ഷ്മ രൂപവും എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു തരണേന്നാണ്. അതോടൊപ്പം തന്നെ എനിക്ക് രജോ ഗുണം അല്ലാണ്ട് തോന്നുന്നുണ്ട്. ഞാൻ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണോ എന്നൊരു അഹങ്കാരവും എനിക്ക് ഉണ്ടാവരുതേ എന്ന് രണ്ട് പ്രാർത്ഥനയുള്ളൂ. അവ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഞാനാണ് ചെയ്യണത് എന്ന് തോന്നാതിരിക്കണം. അതോടൊപ്പം തന്നെ ഭഗവാന്റെ സൂക്ഷ്മ രൂപവും സ്ഥൂല രൂപവും എൻ്റെ ഉള്ളിൽ എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കും വേണമെന്ന്. അത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ഭാഗവതത്തിന്റെ സാരാണത്. ഭാഗവതത്തിൽ നിരവധി ഭക്തന്മാര് ഓരോരോ ചോദ്യങ്ങൾ ഓരോ ഗുരുനാഥന്മാരോട് ഇല്ലെങ്കിൽ ഓരോ സ്തുതികളിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഒരേ കാര്യം തന്നെ. ഇതേ ഉള്ളൂ, അഹങ്കാരം വരാതിരിക്കുക. ഭഗവാന്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപം അണോരണീയാൻ മഹതോ മക്കീയ. അണുവിന്റെ അണുവിലും ഭഗവാനെ കാണാൻ കഴിയുക, മഹത്തിന്റെ മഹത്തിലും ഭഗവാനെ കാണാൻ കഴിയുക. ഇത്രയും വേണ്ടു. ഇവിടെ ഈ ഭൂഗോള വർണ്ണനയും ജ്യോതിർഗോള വർണ്ണനയും നരകലോക വർണ്ണനയും ശിശുമാര ചക്രവും ധ്രുവലോകവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഘർഷണ മൂർത്തിയുടെ അതിപ്രഭാവവും ഒക്കെ വർണ്ണിച്ചത് ഈ വർണ്ണിക്കപ്പെട്ടതിനൊക്കെ കൂടി ഭഗവാന്റെ സ്ഥൂല രൂപമാണെന്ന് സങ്കല്പിച്ചോളൂ എന്നാണ്. ഇനി ഭഗവാന്റെ ആ വിരാട് രൂപനെ നേരത്തെ പറഞ്ഞു തന്നു. ഇതൊക്കെയാണ് ഭഗവാന്റെ സ്ഥൂല രൂപം. സൂക്ഷ്മ രൂപം എന്ന് പറയുന്നത് അനുഭവൈക വിദ്യ. അത് ആദ്യം തന്നെ ദ്വിതീയ സ്കന്ധത്തിൽ പറഞ്ഞു. കുറെ വിസ്തരിച്ച് സ്ഥൂല രൂപത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് സൂക്ഷ്മ രൂപം എന്ന് പറയുന്നത് ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചു. അത് അനുഭവൈക വേദ്യം എന്നാണ്. രസാവ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ രസാവ് ഉണ്ടായി? രസായി. അത് പലതുകൊണ്ടും രസം ഉണ്ടാവാം. ആ രസത്തിന് വ്യാഖ്യാനിക്കാനില്ല എന്ന് പറഞ്ഞ പോലെ അനുഭവത്തിന് വ്യാഖ്യാനമില്ല. അതാണ് സൂക്ഷ്മ രൂപം. അതെവിടെ ഇല്ലാത്തത്? ഏത് സന്ദർഭത്തിലും അതില്ലാത്തത്? ആ അനുഭവത്തിലുള്ള ആനന്ദം. ആ ആനന്ദം അനുഭവിച്ചറിയുന്ന ആ സൂക്ഷ്മ രൂപം അത് പല തവണയിട്ട്
ഭഗവാൻ സൂക്ഷ്മ രൂപത്തിന്റെ ഭാവങ്ങൾ വർണ്ണിക്കുന്നു. സ്ഥൂല രൂപം ഇങ്ങനെ പഞ്ചമസ്കന്ധത്തോടു കൂടി വിസ്തരിച്ച് വർണ്ണിക്കൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഏവം ഭൂത് ഭൂദ്വീപ വർഷ സരിത് അദ്രിനഭ സമുദ്ര പാതാള ദിങ് നരക ഭാഗണ ലോക സംസ്ഥാന. ഇതാണ് ഈ ലോകത്തിലുള്ള ഭഗവത് രൂപം എന്നൊരൊറ്റ പദം കൊണ്ട് അങ്ങോട്ട് സൂക്ഷ്മമാക്കി പറയാം. സ്ഥൂലത്തെ സൂക്ഷ്മമാക്കിയിട്ട് ഭഗവാൻ ഭാഗവതം പറഞ്ഞു തന്നതാണ്. അതാണ് പഞ്ചമസ്കന്ധത്തിന് സമർപ്പണം. ഇനി ഈ പ്രപഞ്ചത്തിൽ ഭഗവാന്റെ കാരുണ്യം, ആ കാരുണ്യം അതാണ് ഏറ്റവും അമൃതതുല്യമായിട്ടുള്ള ഭാവം എന്നാണ് ഭഗവാന്റെ സൂക്ഷ്മ രൂപത്തിൽ നിന്ന്, ഭഗവാന്റെ സൂക്ഷ്മ രൂപത്തിലൂടെ ഒഴുകി വരുന്ന ആ കാരുണ്യം. ആ കാരുണ്യം അതിനെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ഷഷ്ഠസ്കന്ധം. പോഷണം എന്ന ലീല എന്നാണ്. പോഷണം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരെ ഭഗവാൻ പോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഭക്തന്മാരോട് ഭഗവാന്റെ വാത്സല്യം അതൊന്നും പ്രത്യേകതയാണ്. അതൊരു പക്ഷഭേദമല്ല, അത് ഭഗവാൻ നിയമമാണ്. ഭഗവാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമമാണ്. ഈ ഉപസന്നാൻ, ഉപസന്നന്മാരെ ഭഗവാൻ രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ നിയമം തന്നെയാണ്. അത് ഒരിക്കലും തെറ്റിക്കാറില്ല എന്നുള്ളത് അതിന്റെ തെളിവുകളാണ് ഷഷ്ഠസ്കന്ധത്തിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നാമജപം എന്നുള്ളതാണ്. ആ നാമജപത്തിന്റെ വൈഭവം സൂചിപ്പിക്കുന്ന കഥ, അത് അജാമിളന്റെ കഥയാണ് പറഞ്ഞു തുടങ്ങുന്നത് ഷഷ്ഠസ്കന്ധത്തിൽ. അത് പറയാനുള്ള കാരണം പരീക്ഷത്തിന് ഈ നരകലോകങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത് കേട്ടപ്പോ വല്ലാത്ത പരിഭ്രമം ഉള്ളിൽ വന്നു. ഓരോ കർമ്മങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത കർമ്മങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ അനുഭവമുണ്ട്. അതിനൊക്കെ അനുസരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലെ സുഖദുഃഖങ്ങളെ കൊണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞത് വരും. ചിലപ്പോൾ അത് നമ്മളെ വീട്ടിലെ സുഖദുഃഖങ്ങളെ കൊണ്ട് ആ ചെയ്ത കർമ്മങ്ങളുടെ പാപവും സുഖവും പുണ്യമൊക്കെ അനുഭവിക്കൽ കഴിഞ്ഞു എന്ന് വരാം. ചിലപ്പോൾ അത് കുറച്ച് നാട്ടിൽ ഉള്ള നരകങ്ങളെ കൊണ്ടും സ്വർഗങ്ങളെ കൊണ്ടും നമുക്ക് ആ പുണ്യപാപങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞു എന്ന് വരാം. ചിലപ്പോൾ അത് ചില ജന്മങ്ങളെ കൊണ്ട് തന്നെ വേണ്ടി വരും. അങ്ങനെ ചില ലോകങ്ങൾ, അതാണ് നരകലോകങ്ങള്. അവിടേക്ക് പോയിട്ട് പാപം അനുഭവിക്കലും, അതുപോലെ സ്വർഗം പോയിട്ട് അവിടെ സ്വർഗത്തിലേക്ക് പോയിട്ട് അവിടെ സുഖം അനുഭവിക്കലും. അതിലേറെ സ്വർഗത്തിലേക്കാൾ അധികം സുഖങ്ങള് അധോലോകങ്ങളിൽ ഉണ്ടെന്നും അധോലോകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയുണ്ട്. അപ്പൊ ദുഃഖം എന്ന് പറയുന്നത് സർവം വ്യാപിച്ചു കിടക്കുന്നതാണ്. അത് പലതരത്തിലും അനുഭവിച്ച് തീർക്കുക. ഇതിന്റെ ഇടയിൽ ഭഗവാന്റെ ആ കാരുണ്യം, ഈ സുഖദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചു തീർക്കുമ്പോൾ, ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ആ പുണ്യവും പാപവും ഒക്കെ കഴിഞ്ഞു പോകുന്നതാണ്. മറ്റത് അനുഭവിച്ചു തീർക്കുന്നതാണ്. ഇത് നാമജപങ്ങളെ കൊണ്ട്, അതുപോലെ തന്നെ ഈശ്വര ഉപാസനകൾ പലതും അതൊക്കെയാണ് വർണ്ണിക്കുന്നത്. ഈ അജാമിളന്റെ കഥയില് ആ നാമജപം കൊണ്ട് അജാമിളന് വന്ന വലിയൊരു മാറ്റം, അതാണ് ഭഗവാന്റെ കാരുണ്യത്തിന്റെ പ്രകടമായ ഭാവം. അത് പല രൂപത്തിലും ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഈ നരകലോകങ്ങളിലുള്ള ദുരിതം അനുഭവിച്ചതിന്റെ അതിങ്ങനെ തനിക്കും അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് പരീക്ഷിച്ച് വിചാരിച്ചപ്പോ അതിനുള്ള പ്രായശ്ചിത്തം എന്താണ് അതൊക്കെ പറഞ്ഞിട്ടില്ലേ. നീ പ്രായശ്ചിത്തം അങ്ങ് അതിനെക്കുറിച്ചും സൂചിപ്പിച്ചു. ആ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഈ ദുഷ്കർമ്മം ചെയ്യാനുള്ള വാസന ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ പ്രായശ്ചിത്തം കഴിച്ചിട്ട് എന്താ കാര്യം? അത് ആനയെ കുളിപ്പിക്കണ പോലെ അല്ലേന്നാണ്. പാപ്പാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആനയെ തേച്ച് കുളിപ്പിച്ച് കറപ്പിച്ച് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചുംബിക്കൈ കൊണ്ട് കുറച്ച് മണ്ണെടുത്ത് വാരി മുകളിലിട്ടു. അപ്പൊ എന്തിനെ കുളിപ്പിച്ചതിന് ശരിയാണ്. അപ്പൊ അതിന്റെ വാസനയാണത്. ഇതുപോലെ ഓരോ ജീവനും പുണ്യം ചെയ്യാനും പാപം ചെയ്യാനുള്ള വാസന ഉണ്ടെങ്കിൽ പിന്നെ ഈ പ്രായശ്ചിത്തം കൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പ്രായശ്ചിത്തം കൊണ്ടൊക്കെ കാര്യമുണ്ടത് അപ്പൊ കഴുകി കളയോ അത്രേ ഉള്ളൂ. എന്നാൽ ഈ നാമജപം കൊണ്ട്, അതുപോലെ ഈശ്വരനെ ഏകാഗ്ര മനസ്സോടുകൂടി ഈശ്വര ഉപാസന ചെയ്യുമ്പോൾ ഈ
പ്രായശ്ചിത്തം ചെയ്താൽ എന്തുണ്ടാവണോ ആ ഗുണം ഉണ്ടാവുന്ന മാത്രമല്ല, അനന്ത സേവാതു നികർന്തതിദ്വയീമിതി പ്രഭോ ത്വൽപുരുഷാഭാഷിരേ. അനന്ത സേവാതു, അനന്തമൂർത്തിയായിട്ടുള്ള സച്ചിദാനന്ദമൂർത്തിയെ സേവിക്കുമ്പോൾ രണ്ടാണ് കാര്യം ഉണ്ടാവുന്നത്. ഈ പ്രായശ്ചിത്തം അതോടുകൂടി ആവും, മാത്രമല്ല ഈ വാസന പോലും ഇല്ലാണ്ടാവുന്നതാണ്. ദുർവാസന അല്ലെങ്കിൽ സദ്വാസന, ഇത് രണ്ടും നമുക്ക് കുഴപ്പമാണ്. സത്കർമ്മങ്ങൾ ചെയ്യാനും ഒരു വാസന ഉണ്ടാവുമൊന്നും വേണ്ട. സത്കർമ്മങ്ങൾ ചെയ്താൽ പുണ്യം സമ്പാദിക്കും, ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ പാപം സമ്പാദിക്കും. പുണ്യവും പാപവും സമ്പാദിക്കലല്ല മനുഷ്യജന്മം. മനുഷ്യജന്മം മുക്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ സദ് അസദ് വാസനകളെ നമുക്ക് കരിച്ചു കളയാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതാണ് സച്ചിദാനന്ദ സ്വരൂപനെ ആരാധിക്കുക എന്നുള്ളത് എന്ന് ഷഷ്ഠസ്കന്ധത്തിൽ തെളിയിക്കുക. പരീക്ഷത്തിനോട് ശുഖബ്രഹ്മർഷി പറയണു, ജപത്തിന്റെ വൈഭവം എത്ര വലുതാണെന്ന് അറിയോ? അത് തെളിയിക്കുന്ന കഥ കാന്യകുബ്ജത്തിലുള്ള ഒരു ബ്രാഹ്മണന്റെ കഥ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് രാവണന്റെ കഥ പറഞ്ഞു തുറന്നത്. അടുത്ത അധ്യായം. ഭഗവതേ വാസുദേവായ ഷഷ്ഠസ്കന്ധേ പ്രഥമോധ്യായ രാജോവാച നിവൃത്തമാർഗകഥിതാദോ ഭഗവതായുധ നിവൃത്തിമാർഗകഥിതാദോ ഭഗവതായുധ ക്രമയോഗോപലബ്ധേന ബ്രഹ്മണായ ദാസംസ്മൃതി പ്രവൃത്തിലക്ഷണസ്യ ത്രൈഗുണ്യവിഷയോ മുനേ യുവസാവലീന പ്രകൃതിർഗുണസുർഗഃ പുനഃ പുനഃ അധർമ്മലക്ഷണാനാനർഗാശ്ചാനുവർണിതാഃ മന്വന്തരസ്യ വ്യാഖ്യാതാദ്യസ്വായംഭവോ യഥാ പ്രിയവൃതോത്ഥാനപാദവംശസച്ചരിതാനി ച ദ്വീപവർഷസമുദ്രാദ്വിദ്യാന വനസ്പതീൻ ധരാമണ്ഡല സംസ്ഥാനം ഭാഗലക്ഷണമാനദ ജ്യോതിഷാം വിവരാണാം ച യഥേതമസൃജദ്വിഭോ അധനേഹ മഹാഭാഗാ യഥൈവ നരകാം നര നാനോപുനയാതനന്യേയാത് തന്നേ വ്യാഖ്യാതുമർഹസി. ശ്രീശുക ഉവാച ന ചേദിഹേ വാപചിതിം യഥാംഹസ കൃതസ്യ കുര്യാന്മനുക്തിപാണിഭിः ധ്രുവം സ വൈ പ്രേത്യ നരകാനുപൈതി യേ കീർത്തിതാ മേ ഭഗവസ്തിഗ്മയാതനാഃ തസ്മാത് പുനൈവാർഷികമാപനുഷ്ഠിതോ യതേന മൃത്യോരവിപദ്യതാത്മനാ ദോഷസ്ദൃഷ്ട്വാ ഗുരുലാഘവം യഥാ പൃഷക്ചികിത്സേത രുചാം നിദാനവിൽ. രാജോവാച ദൃഷ്ടശ്രുതാഭ്യാം യത്പാപം ജാനന്യപ്യാത്മനോഹിതം കരോതി ഭൂയോ വിവശഃ പ്രായശ്ചിത്തമഥോ കഥം ക്വചിൻ നിവർത്തതേ അഭദ്രാൽ ക്വചിച്ചടൈതൽ പുനഃ പ്രായശ്ചിത്തമതോപാർത്ഥമന്യേകും ജഥൗചവൽ. ശ്രീശുക ഉവാച കർമ്മണാ കർമ്മദൃഹാരോ നഹ്യാത്യന്തികൈഷ്യത്തെ അവിദ്വദധികാരിത്വൽ പ്രായശ്ചിത്തം വിമർശനം നാസ്മതഃ പഥ്യമേവാന്നം വ്യാധയോഭിഭവന്തിഃ ഏവം നിയമകൃദ്രാജൻ ശനേഹി ക്ഷേമായ കൽപ്പതേ തപസാ ബ്രഹ്മചര്യേണ ശമയേന ചതുമേന ച ത്യാഗേന സത്യശൗചാഭ്യാം ഇമേന നിയമേന ച ദേഹഭാഗ്യധീരാധർമ്മജ്ഞാഃ ശ്രദ്ധയാന്വിതാഃ ക്ഷിപന്ത്യഘം മഹദർവേണ ദുർമവിവാനല കേചിൽ കേവലയാ ഭക്ത്യാ വാസുദേവപരായണാഃ അഖം ധുന്നന്തി കാർസ്നേന നിഹാരമിവ ഭാസ്കര തഥാഖ്യഘവാൻ രാജൻ പൂയേത തപനാദിഭിः യഥാ കൃഷ്ണാർപ്പിത പ്രാണസ്ഥൽ പൂരുഷ നിക്ഷേപയ സധീചീനോ ക്ഷേം ലോകേ പന്ഥാ ക്ഷേമോപലോഭയ സുശീലാഃ സാധുവിത നാരായണപരായണാഃ പ്രായശ്ചിത്താനി ജീർണായ നാരായണപരാമുഖം അനുഷ്പുനന്തി രാജേന്ദ്ര സുരാകുംഭമിവാപഗാഃ സകൃന്മനഃ കൃഷ്ണപദാരവിന്ദയോർനിവേശിതം തദ്ഗുണരാഹിയൈരിഹ അതേയമം വാസപദസ്സദ്ഭടാൻ സ്വപ്നേപി പശ്യന്തിഃ ചേർന്നനിഷ്കൃതാഃ അത്ര ചോദാഹനന്ദീം ഇതിഹാസം പുരാതനം ഭൂതാനാം വിഷ്ണുയമയോഃ സംവാദസ്ത്വം നിബോധമേ കാന്യകുബ്ജേദ്വിജഃ കസ്യദാസീ പതിരജാമിള നാമന നഷ്ടസദാചാരോ ദാസ്യാഃ സംസർഗദൂഷിത ബന്ധ്യക്ഷകൈതവശ്ചൗര്യേർഗർഹിതാ മൃത്യുമാസ്ഥിത. ബന്ധ്യക്ഷകൈതവൈശ്ചൗര്യേർഗർഹിതാമൃത്യുമാസ്ഥിതാഃ വിഭ്രൽകുടുംബമശുചര്യാദയാമാസദേഹിന ഏവം നിവസിതസ്തസ്യ ലാളയാനസ്യ വത്സുതാൻ കാലോത്യഗാൻ മഹാൻ രാജൻ അഷ്ടാശീതി ആയുഷഃ സമാഃ തസ്യ പ്രവയസഃ പുത്രാദശതേഷാം ദ്വയോവമ ബാലോ നാരായണോ നാമ്നാ പിത്രോസ്യ ദൈവോ ഭൃജം സബദ്ധഹൃദയസ്തസ്യ നർഭകേ കളഭാഷിണീ നിരീക്ഷമാണസ്തല്ലീലാമുപുദേ ജഠോ ഭൃജം ഭുഞ്ജാനഃ പ്രജ്വൻഖാദൻ ബാലകഃ സ്നേഹേന്ദ്രിത ഭോജയൻ പായൻ മൂഢോ ന വേദാഗതമന്തകം സ ഏവ വർത്തമാനോജ്ഞോ മൃത്യുകാരോപസ്ഥിതേ മതിഞ്ചകാർത്തനേ ബാലേ നാരായണാഹ്വേ സപാശാസ്താം സ്ത്രീം ദൃഷ്ട്വാ പുരുഷാൻ ഭൃശദാരുണാൻ വക്രതുണ്ടാൻ ഊർധ്വരോമണ ആത്മാനം നേതുമാഗതാൻ ദൂരേ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈരാജുഹാവാഗ്ലേന്ദ്രിയ നിശമ്യ പ്രിയമാണസ്യ ബ്രുവതോ ഹരികീർത്തനം ഭഗവന്നാമ മഹാരാജ പാർഷദാഃ സഹസാപദൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ
ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നിശമ്യം പ്രിയമാണസ്യ പിതൃപദോ ഹരികീർത്തനം ഭക്തൃനാമ മഹാരാജപാർഷദാഃ സഹസാപതൻ വികർഷദോ അന്തർഹൃദയാദ്ദാസീപതിമജാമിളം യമപ്രേഷ്യാൻ വിഷ്ണുദൂതാവാരയാമാസുരോചസാ ഊചുർനിഷേധിതാസ്താംസ്തേ വൈവസ്വതപുരസ്സരാഃ കേയൂയം നിഷേദ്ധാരോ ധർമ്മരാജസ്യ ശാസനം തസ്യ പാകുതായാതാഃ കസ്മാദസ്യ നിഷേധഥ കിം ദേവാ ഉപദേവാ വായൂയം കിം സിദ്ധോത്തമാഃ സർവേ പദ്മനാശാക്ഷാഃ പീതകൗശേയവാസസഃ കിരീടിനഃ കുണ്ഡലിനോ രസൽപുഷ്കരമാ സർവേ ച നൂത്നായസ സർവേ ച അരുചതുർഭുജാഃ ധനുർനിഷംഗാസി ഗദാ ശംഖചക്രാംബുജശ്രിയ ദിശോ വിധിമിരാലോകാഃ കുർവന്തസ്യ ലോചിഷ കിമർത്ഥം ധർമ്മപാലസ്യ കിങ്കരാന്നോ നിഷേധഥ. ശ്രീശുക ഉവാച ഇത്യുക്തേ യമദൂതൈസ്തേർവാസുദേവോക്തകാരിണ താൻ പ്രത്യോജോ പ്രഹസ്യേതം മേഘനഹാദയാഗിര വിഷ്ണുദൂത ഊജോ യൂയം വൈ ധർമ്മരാജസ്യ നിർദ്ദേശകാരിണ ബ്രൂതധർമ്മസ്യ നസ്തത്വമേച്ഛ ധർമ്മസ്യ ലക്ഷണം കഥം സിദ്ധിയതേദണ്ഡഃ കിംവാസ്യ സ്ഥാനമീപ്സിതം ദണ്ഡ്യാഃ കിങ്കാരിണഃ സർവ്യാഹോ സിദ്ധ്യന്ദ്രണാം. യമദൂത ഊജോ വേദപ്രണിഹിതോ ധർമ്മോ ഹ്യധർമ്മസ്തദ്വിപര്യയ വേദോ നാരായണഃ സാക്ഷാൽ സ്വയംഭൂരി ശുശ്രുമ യേന സ്വധാമ്നി അമീഭാവാരദസ്തമോമയാഃ ഗുണനാമക്രിയാരൂപേ വിഭാവ്യന്തേ യഥാതഥം സൂര്യോഗ്നിഃഖം മരുദ്ഗാവ സോമസന്ധ്യാഹനീ ദിശ കം കുഃ കാലോ ധർമ്മ ഇതി ഖ്യേദേ ദൈഹ്യസദാക്ഷിണ ഏതൈർധർമ്മ വിജ്ഞാതസ്ഥാനം ദണ്ഡസ്യുജ്യതേ സർവേ കർമാനുരോധേന ദണ്ഡമർഹന്തികാരിണ സംഭവന്തി ഭദ്രാണി വിവിധീതാനി ച അനഘാഃ കാരിണാം ഗുണസംഗോസ്തി ദേഹവാൻ ഹ്യകർമ്മകർ യേനയാവാന്യഥാ ധർമ്മോ ധർമ്മോ വേഹ സമീഹിത യേനയാവാന്യഥാ അധർമ്മോ ധർമ്മോ വേഹ സമീഹിത സ ഏവ തദ്ഫലം ഭുങ്ക്തേ തഥാ താവദമുത്ര വൈ യഥേഹ ദേവപ്രവരാശ്രയവിദ്ധ്യമുപലഭ്യത്തെ ഭൂതേഷു ഗുണവൈചിത്ര്യാൽ തഥാ അന്യത്രാനുമീയത്തെ. വർത്തമാനോ ജ്ഞേയോ കാലോ ഗുണാഭിജ്ഞാപകോ യഥാ ഏവം ജന്മാന്യയോരേതദ്ധർമാധർമ്മ നിദർശനം മനസേവ പ്രിയദേവഃ പൂർവരൂപം നിപശ്യതി അനുമീമാംസതേ അപൂർവം മനസാ ഭഗവാൻ അജാഃ യഥാജ്ഞസ്തമസായുക്ത ഉപാസ്തേ വ്യക്രമേ ബഹി നവേദപൂർവപരം നഷ്ടജന്മസ്വതിസ്തഥാ പഞ്ചഭിഃ സ്വാർത്ഥാൻ പഞ്ചവേദാഥ പഞ്ചഭിഃ ഏകസ്ത ഷോഡശേകത്രീൻ സ്വയം സപ്തദശോസ്മൃതേ തദേതൽ ഷോഡശകലം ലിംഗം ശക്തിത്രയം മഹൽ ധത്തേന സംസ്കൃതി പുംസി ഹർഷയോഗഭയാർത്തിതാം ദേഹജ്ഞോജഷഡ്വർഗോ നേച്ഛം കർമാണി കാര്യതേ കോശകാര്യമാത്മാനം കർമ്മണ ആച്ഛാദ്യമുഹ്യതി നഹികസ്ലക്ഷണാഭിജാതിഷ്ഠത്യകർമ്മകൾ കാര്യതേ ഹ്യവസഃ കർമ്മഗുണൈഃ സ്വാഭാവികൈർബലാദ് ലബ്ധ്വാ നിമിത്തം അവ്യകൃതം ഭവത്യുത യഥാ യോനി യഥാ ബീജം സ്വഭാവേന ബലീയസാ ഏഷ പ്രകൃതി സംഗേന പുരുഷസ്യ വിപര്യയ ആസീത് സ ഏവ ന ചിരാദീശ സംഗാദ് വിലീയതേ അയം ഹി ശുദ്ധസമ്പന്നശീലവൃത്തഗുണാലയ ഹൃദപ്രദോ മൃദുർദാന്ത സത്യവാൻ മന്ത്രവിച്ഛുജി ഗുരുവാക്മനി അധിതിവൃദ്ധാനാം ശുശ്രൂഷു നിരഹംകൃത സർവഭൂത സുഹൃത്സാധു മിതവാഗനസൂയക ഏകദാ സോവനമ്യാദപിത സന്ദേശകൃദ്വിജ ആദായ തഥാവൃത്ത ഫലപുഷ്പസമികൃജാൻ പ്രദർശകാമന കഞ്ചിച്ഛൂദ്രം സഹ ഭുജിഷ്യ പീത്വാച മധുമൈരേയം മദാഘൂർണിതനേത്രയ മത്തയാ വിശ്വധന്മീവ്യാവ്യപേതം നിരപത്രവം ക്രീഡന്തമനുകായന്തമഹസന്തമനയാന്തികേ ദൃഷ്ടമാതാം കാമലിപതേന ബാഹുനാപരിരംഭിതാം ജഗാമഹൃച്ഛയവശം സഹസേവ വിമോഹിത സ്തംഭൈന്നാത്മനാത്മാനം യാവൽ സത്വം യഥാശ്രുതം നശാകസമാധാത്മനോമദിനരീപിതം തന്നിമിത്ത സ്മരവ്യാജഗ്രഹഗ്രസ്തോ വിചേതന താമേവ മനസാധ്യായൻ സുധർമാദിവിധിനാമഹ താമേവ ദോഷയാമാസ മിത്ര്യേണ അർത്ഥേന യാവത ഗ്രാമ്യൈർമനോരമൈഃ കാമൈഃ പ്രസീദേത യഥാ തഥാ വിപ്രാം സ്വഭാര്യാം അപ്രൗഢാം കുലേ മഹദിദംഭിതാം വിസസർജാചിരാൽ ഭാവഃ സ്വൈരിണ്യാപാംഗവിദ്ദധീഃ വിസസർജാചിരാൽ ഭാവഃ സ്വൈരിണ്യാപാംഗവിദ്ദധീഃ യതസ്തതശ്ചോപനിന്യായതോ അന്യായതോധനം ഭാര്യാസ്യാഃ കുടുംബിന്യാഃ കുടുംബം മന്ദധീരയം യദാ സൗശാസ്ത്രമുല്ലംഘ്യ സ്വൈരചാര്യാര്യഗർഹിത ആവർത്തത ചിരം കാലമധായുരശുചിർമലാത് തത ഏനം ദണ്ഡപാണേഃ സകാശം കൃതകിൽപിഷം നേഷ്യാമോ കൃതർപേസമിത്രദണ്ഡേന ശുദ്ധ്യതി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ അജാനുലോപാഖ്യാനേ പ്രഥമോധ്യായം.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. अथ द्वितीयोऽध्याय श्रीशुकोवाच एवं ते ये भगवद्दूता यमदूताभिर्भाषितम् उपधार्याततान्द्राजन् प्रागो प्रत्यागुणय गोविदाः विष्णुदूताः अहो कष्टं धर्मदृशाम् अधर्मस्पृशते सभां यत्रादण्ड्येष्वपापेषु बिम्बो निर्ध्रियते वृथा प्रजानं पितरमे च शास्तारसाधवः समाः यदि स्यात् तेषु वैषम्यं कैयान्ति शरणं प्रजाः यद्यदाचरति श्रेयानि तरस्तत्तदीगते सयल्प्रमाणं कुरुते लोकस्तदनुवर्तते यस्याङ्गे शिरमादाय लोकस्वपिति निर्वृतं स्वयं धर्ममधर्मं वा न किवेदयता पशु स कथं न्यर्पितात्मानं कृतमैत्रमचेतनं विश्रम्भणीयो भूतानं सघृणोद्योग्धमरिपति अयं हि कृतनिर्वेशो जन्मकोट्यङ्गसामते यद्व्याजगार विवशो नाम स्वस्तेनं हरेः एतेनैव ह्यघोनोऽस्य कृतं स्यादाघनिष्कृतं यदा नारायणायेति जगाद चतुरक्षरम् स्तेन सुराभो मित्रद्रु ब्रह्मः गुरुकल्पगा स्त्रीराजपितृभो हन्त ये च पातकिनो परे सर्वेषामप्याघवतामिदमेव सुनिष्कृतं नामप्याकरणं विष्णोर् यतस्तद्विषयामति न निष्कृतैरुदितैर्ब्रह्मवादिभिस्तथा विशुद्ध्यत्याघावान्वदादिभिः यथा हरेर्नामपदैरुदाकृतैस्तदुत्तमश्लोकगुणोबलं भगवन् नैकान्तिकं तद्धिकृते निष्कृते मनः पुनरुद्धावति चेदसत्पथे तल्कर्म निर्कारमभीप्सतां करे पुनर्वादः खलु सत्त्वभावनम् अथैनं मापनेद कृताशेषागनिष्कृतं यदसो भगवन्नामं म्रियमाणः समग्रजीव साङ्केत्यं वारिकास्यं वा सोऽहं खेलनमेव वा वैकुण्ठनामग्रगणमशेषाघकरं विदु पतितस्खलितो भग्नः सन्दष्टस्तप्त आहतः अदिदित्यवशेन पुमान्दार्गदियातनाम् गुरूणाञ्जलगुरूणाञ्ज च प्रायश्चित्तानि पापानां ज्ञात्वोक्तानि महर्षिभिः तैस्तान्यघानि पूयन्ते तपोदानि च वादिभिः नाधर्मजं तत्कृतिं तदपीशाङ्घ्रिदेवे अज्ञानादाथापाज्ञानादुत्तमश्लोकनामयल् सङ्कीर्तितमघं पुंसो दहेदेदो यथानलः यथागतं वीर्यतममुपयुक्तं यदिच्छया अजानतोऽप्यात्मगुणं कुर्यां मन्त्रोऽप्युदाकृतं श्रीशुक त एवं सुविकर्णीय धर्मं भागवतं नृपा तय्याम्यपाशं निर्मुच्य विप्रमृत्योरमुमुचत् इति प्रत्युदितायाम्या दूताया त्वयमान्तिके यमराज्ञे यथा सर्वमाच चक्षुरनिन्दमा द्विजपाशाद्विर्मुक्तो गदभिः प्रकृतिं गदा वन्दे शिरसा विष्णोः किङ्करः दर्शनोत्सव तं विवक्षुमभिप्रेत्य महापुरुषकिङ्कराः सहसा पश्यतस्य तत्र दर्दधिरेण घा अजामिलोप्यथागर्ण्य दूतानं यमकृष्णयोः
ധർമ്മം ഭാഗവതം ശുദ്ധം ത്രൈവിദ്യം ച ഗുണാശ്രയം ഭക്തിമാൻ ഭഗവത്യാശു മാഹാത്മ്യശ്രവണധനേഹ അനുതാപമാനാസി സ്മരതോ ശുഭമാത്മന അഹോം മേ പരമം കഷ്ടം അഭൂതഭിതി അഭിജിതാത്മന യേന വിപ്ലാവിതം ബ്രഹ്മ ശൗല്യം ജായതാത്മന ധിംമാം വിഗർഹിതം ദുഷ്കൃതം കുലകജ്ജളം ഹിത്വാ ബാലം സതീയോ സുരാപാമസതീമകാം വൃദ്ധാവനാഥോ പിതൃനാന്യബന്ധൂതപസ്മിനം അഹോമയാതുനാത്യക്നാവകൃതജ്ഞേന നീചവൽ സ്വോകം വ്യക്തം പതിഷ്യാമി നരകേ വൃഷദാരുണേ ധർമ്മജ്ഞാകാമ്യേനോ യത്ര വിന്ദന്തി യമയാതനാഃ കിമിദം സപ്താഹോസ്യ സാക്ഷാത് ദൃഷ്ടമിഹാദ്ഭുതം ക്വയാത അദ്യത്തെ യേ മാം വ്യദർശൻ വാചവാനയ അഥ തേ ക്വ ഗതാഃ സിദ്ധാശ്ചത്വാര ചാരുദർശനാഃ വ്യമോചൈനീയമാനം ബദ്ധ്വാ പാശൈരധോ ഭുവ അഥാപി മേ ദുർഭഗസ്യ വിബുധോത്തമദർശനേ ഭവിതവ്യം മംഗളേന യേനാത്മാ മേ പ്രസീദതി അന്യഥാ മ്രിയമാണസ്യ നാശുച്ഛേർവൃഷളീപദേ വൈകുണ്ഠനാമഗ്രഹണം ജിഹ്വാ വക്തുമികാരികതി പാപോ ബ്രഹ്മഗ്നോ നിരപത്രവ ക്വച നാരായണേത്യേതൽ ഭഗവൻ നാമമംഗളം സോഗന്ധദായദിശ്യാമി യദജിതേന്ദ്രിയാനില യഥാനഭൂയ ആത്മാനമന്ദേതമസി വജ്ഞേ വിമുച്യതമിമം ബന്ധം അവിദ്യാ കാമകർമ്മജ സർവഭൂത സുഹൃച്ഛാന്തോ മൈത്ര കരുണ ആത്മവാൻ മോചയഗ്രസ്തമാത്മാനം യോഷണയ്യാത്മമായ വിക്രീഡിതോയേവാകം ക്രീഡാമൃഗൈവാധമ മമാഗമിതി വേഗാദം ഹിത്വാ മിഥ്യാർത്ഥധീർമതി ദാസ്യേ മനോ ഭഗവതി ശുദ്ധം തൽകീർത്തനാദിഭി ശ്രീശുക ഉവാച ഇതി ജാതസു നിർവേദക്ഷണസംഖ്യേന സാധുതു ഗംഗാദ്വാരമുപേയായ മുക്തസർവാനുബന്ധന സ തസ്മിൻ ദേവസദന ആസീനോ യോഗമാശ്രിത പ്രത്യാകൃതേന്ദ്രിയഗ്രാമോ യുയോജമന ആത്മനി തതോ ഗുണേഭ്യ ആത്മാനം വിയുജ്യ ആത്മസമാധിന യുയോജേ ഭഗവദ്ധാംനി ബ്രഹ്മണ്യനുഭവാത്മനി യരിച്യുപാരതധീസ്തസ്മിന്നദ്രാക്ഷീൽ പുരുഷാൻപര ഉപലഭ്യോപലബ്ധാം പ്രാഗ്ഭവന്തേ ശിവസാന്തിക ഹിത്വാ കളേപരം തീർത്ഥേ ഗംഗായാം ദർശനാദനം സത്യസ്വരൂപം ജഗുഹേ ഭഗവത് പാർശ്വർത്തിനം സാകം വികായ സാ വിപ്രോ മഹാപുരുഷകിങ്കരൈഃ ഹൈമം വിമാനമാരുഹ്യ യയോ യത്ര ശ്രിയഃ പതിഃ ഏവം സ വിപ്ലാവിത സർവധർമ്മ ദാസ്യാഃ പതിഃ പതിതോ ഗരിക്യകർമ്മണ നിബാധ്യമാനോ നിരേ ഹതോ വ്രത സദ്യോ വിമുക്തോ ഭഗവൻ നാമ ഗൃഹ്ണൻ നാദപരം കർമ്മദിബന്ധകൃന്ദനം മുമുക്ഷതാ തീർത്ഥവദാനു കീർത്തനാൽ നയൽ പുനഃ കർമ്മസു സജ്ജതേ മനോ രജസ്തമോഭ്യാം കലിലം തതോന്യത ഏവം പരമം മുഖ്യമിതികാസമദാപകം ശ്രൂയാത് ശ്രദ്ധയാ യുക്തോ യശ്ച ഭക്ത്യാനുകീർത്തയേൽ ന വൈ സ നരകയാദിനേക്ഷിത്വോയമികരേഃ യദ്യപ്യമംഗളോ മർത്യോ വിഷ്ണുലോകേ മഹീയത്തെ പ്രിയമാണോ ഹരേർനാമ ഗൃഹ്ണൻ പുത്രോപചാരിതം അജാമിളോപ്യഗാധാമ കിം പുനഃ ശ്രദ്ധയാ ഗൃഹ്ണൻ
इति श्रीमद्भागवते महापुराणे षष्ठस्कन्धे अध्यायः द्वितीयोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। ओम नमो भगवते वासुदेवाय। अथ तृतीयोऽध्याय राजोवाच निजम्यदेवस्य भटोपवर्णितं प्रत्याह किं तान् प्रतिधर्मराज एवं हदाज्ञो विहदाङ्गरारेर्नैदेशिकेर्यस्य वशे जनोऽयं यमस्य देवस्य न दण्डभङ्गं कुतश्च न ऋषेषु पूर्व आसीत् एतन्मे पृच्छति लोकसंशयं न हि त्वदन्य इति मे विनिश्चितं। श्रीशुक उवाच भगवल्पुरुषे राजन् याम्याः प्रतिहतोद्यमाः पतिं विज्ञापयामास दिवं संयमनीपतिं यमदूतावूजो कति सन्देहशास्तारो जीवलोकस्य वै प्रभो त्रैविध्यं प्रवदः कर्मफलाभिव्यक्तहेतव यदि स्युर्बहवो लोके शास्तारदण्डधारिणा कस्य स्यादन्नवा कस्य मृत्युश्च अमृतमेव वा किन्तु शास्त्रबहुत्वे स्यात् बहूनामिह कर्मिणां शास्त्रत्वमुपचारो हि यथा मण्डलवर्तिनाम् अतस्त्वमेवो भूतानां सैश्वराणाम् अधीश्वर शास्त्रादण्डधरो नृणां शुभाशुभविवेचना तस्य देवदो दण्डो न लोके वर्तते अधुना चतुर्भिरद्भुतैः सिद्धैराज्ञा देवी प्रलम्भिता नियमानन्तवादेशादस्माभिर्यातनाग्रहान् विमोचयन् पादकिनं छित्त्वा वाचां प्रसाह्यते तामस्ते वेदिच्छामो यदि नो मिलसे क्षमं नारायणेत्यभिहिते माभैनित्यायोद्धृतं। श्रीशुक उवाच इति देवस्ता पृष्ठप्रजा संयमनो यम प्रीतस्सदूतान् प्रत्याह स्मरन् पादाम्बुजं हरेः। यम उवाच परोमदन्यो जगतस्थस्तुषश्च ओतं प्रोतं पठवद्यत्र विश्वं यदं च दोषस्य जन्मनाशानस्योतबल्यस्य वशे च लोकाः यो नामभिर्वाजि जनान् निजाय बध्नाय वन्द्यामि वदामभिर्गाः यस्मै बलिन्ता इमे नामकर्म निबद्धबद्धास्य किता वहन्ति अहं महेन्द्रो नृतिः प्रचेताः सोमोऽग्निशपवनोर्को विनिञ्च आदित्यविश्वे वसवोधसाध्या मरुद्गणारुद्रगणाः ससिद्धाः अन्ये चे विसृजो मरेशा भृग्वादियो अस्पृष्टरजस्तमस्काः विसीहितं न विदुःसृष्टमायाः सत्त्वप्रधाना अपि किं ततोऽन्ये यं वै न गोभिर्मनसा सुभिर्वा हृदा गिरा वा सुहृदो विचक्षते आत्मानमन्तर्हृदि सन्तमात्मनां चक्षुर्यथैवाकृतयस्ततः परम् यस्याकृतन्द्रस्य हरेरधीशितु परस्य मायाधिपतिर्महात्मना प्रायेण दूता इह वै मनोहराश्चरन्ति तद्रूपगुणस्वभावाः भूतानि विष्णोः सुरपूजितानि दुर्दर्शलिङ्गानि महाद्भुतानि रक्षन्ति तद्भक्तिमतः परेभ्यो मत्तश्च मर्त्यानथ सर्वतश्च धर्मं तु साक्षात् भगवत्प्रणीतं न वै विदुर्षयो नापि देवाः न सिद्धमुख्या असुरा मनुष्याः कुतश्च विद्याधरचारिणादया स्वयंभोर्नारदशम्भुकुमारः कपिलो मनुः प्रह्लादो जनको भीष्मो बलिर्वैयासकिर्वयं द्वादशै देवि जानीमो धर्मं भागवतं भटाः गुह्यं विशुद्धं दुर्बोधं यज्ञात्वामृतमश्नुते एतावानेव लोकस्य पुंसां धर्मः परः स्मृतः भक्तियोगो भगवति तन्नामग्रहणादिभिः नामोच्चारणमाहात्म्यं हरेः पश्यतु पुत्रकाः अजामिलोऽपि येनैव मृत्युपाशादमुच्यत एतावतालमघनृहरणाय पुंसां सङ्कीर्तनं भगवतो गुणकर्मणां मन विकृष्यपुत्रमघवान्यदजामिलोऽपि नारायणेति प्रियमाणध्याय मुक्तिं प्रायेण वेदतद्यन्न महाजनोऽयं विमोहितमतिर्बतमायालं त्रय्यां जडीकृतमतिर्मधुष्टितायां वैतानिके महरिकर्मणि युज्यमानाः एवं विमसुधियो भगवत्यानन्दे सर्वात्मना विदधे खलु भावयोगं ते मेन दण्डमर्हन्त्यथैद्यमीषां स्याल्पादकं तदर्हन्त्युरुगाय वाद ते देव सिद्धपरिगीतपवित्रगाथाये साधवः समदृशो भगवत्प्रपन्नाः तान्नोपसीदत हरेर्गदयाभिगुप्पदान्येषां वयं च नवयः प्रभवामदण्डे तानानयध्वसतो विमुखान् मुकुन्दपादारविन्दमकरन्दरसादाजस्रं निष्किञ्जनैः परमहंसकुलेरसज्ञैर्दुष्टात् गृहे निरेवर्तमनिबद्धतृष्णान् जिह्वानवक्ति भगवल्गुणनामधेयं चेतस्य न स्मरितच्चरणारविन्दं कृष्णाय नो नमदीयच्चिरे कदापि तानानयध्वमसतो कृतविष्णुकृत्यान् तल्क्षम्यतां स भगवान् पुरुषः पुराणो नारायणः स्वपुरुषैर्यदासल्कृतं नः स्वानामहो न विदुषां रचिताञ्जलीनां क्षान्तिर्भिरीयसि नमः पुरुषाय भूमुने तस्मात् सङ्कीर्तनं विष्णोर्जगन्मङ्गलवंहसा महतामपि गौरिविद्येकान्तिकनिष्कृतिं शृण्वतां प्रणुतां वीर्याणुदामानि हरेर्महो यथा सुजातया भक्त्या सिद्धे नात्मा प्रदादिभिः कृष्णाङ्घ्रे पद्ममधुरिन्न पुनर्विशिष्टमाया गुणेश्वरपदे वृजिनावहेषु अन्यस्तु कामहतात्मरजः परमाष्टमी हेतकर्म यदेव रजः मनः स्यात् इत्थं स्वभक्तगतिं भगवन्महित्वं संसृतिर्स्मदधियो यमकिङ्करास्ते न
നൈവാച്യുതാശ്രയജനം പ്രതിഹംഗമാനാ ദ്രഷ്ടും ച വിഭ്യതി തഥാ പ്രഭൃതി സ്മരാജൻ ഇതിഹാസമം ഗുഹ്യം ഭഗവാൻ കുംഭസംഭവ കഥയാമാസ മലയാസീനോ ഹരിമർച്ചയൻ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംവിധായാം ഷഷ്ഠസ്കന്ധേ യമപുരുഷ സംവാദേ തൃതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാമജപത്തിന്റെ വൈഭവം. ജപത ജപത ഹരിനാമം ജപത ജപത ഹരിനാമം ജപത ജപത ഹരിനാമം. ഹരിനാമം ജപിക്കാൻ എത്ര വാഗ്യകാരന്മാരാ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എത്ര നിർവൃതിയാണ് ആ നാമജപങ്ങളിലൂടെ. അനന്തസേവാ നാമജപത്തിലൂടെ അനന്തമൂർത്തിയെ സേവിക്കുമ്പോൾ വാസനയും പ്രായശ്ചിത്വവും ആവശ്യമാണ്. വാസന ബലം ഇല്ലാണ്ട് ദുർവാസനകളും സദ്വാസനകളും അടങ്ങും. ആ കഥ ഉറപ്പിക്കുന്ന അജാമിളന്റെ ജീവിതചര്യ. 25 വയസ്സുവരെ വേണ്ട രീതിയിൽ വേദമൊക്കെ അഭ്യസിച്ച് വേണ്ട രീതിയിൽ അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചേർന്ന ഒരാളാണ് അജാമിളൻ. വിറക് പെറുക്കാനായിട്ട് കാട്ടിലേക്ക് പോയി വിറക് പെറുക്കി പോരുമ്പോൾ ഒരു വേശ്യാസ്ത്രീ ഒരു ശൂദ്രനുമായിട്ട് സംഗമിച്ചിരിക്കുന്നത് കണ്ടു. ആ ഒരു നോട്ടം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് പതിഞ്ഞു. ഒരു ഫോട്ടോ. പിന്നെ അദ്ദേഹത്തിന് സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ പോലും ശ്രദ്ധ കിട്ടണില്ല. ആ വേശ്യാസ്ത്രീയുടെ സൗന്ദര്യത്തിൽ ആകർഷണമായ അദ്ദേഹത്തിന്റെ മനസ്സ്. പിന്നെ ആ മനസ്സിനെ ശാന്തമാക്കാൻ അവളെ കാണാൻ തന്നെ കാട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നെ അവളോടൊപ്പം രമിക്കാൻ പോയി. തൻ്റെ കർമ്മങ്ങളെ മുഴുവൻ അദ്ദേഹം ഉപേക്ഷിച്ചു. അങ്ങനെ ആ വേശ്യാസ്ത്രീയോടൊത്ത് രമിച്ച് അവളെ തന്നെ വിവാഹം കഴിച്ച് തൻ്റെ ധർമ്മപത്നിയെ ഉപേക്ഷിച്ചു. തൻ്റെ പിതൃസ്വത്ത് പോലും ഉപേക്ഷിച്ചു അദ്ദേഹം. അതെല്ലാം ഇവൾക്ക് കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. അതിനുശേഷം മോഷണം പോലും അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തി. അങ്ങനെ 88 വയസ്സ് വരെ അദ്ദേഹം അവളോടൊപ്പം ജീവിച്ചു. അന്ത്യകാലം വന്നപ്പോൾ ആ സമയത്തും അദ്ദേഹത്തിന് 10 വയസ്സായ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു, പുത്രൻ. ആ പുത്രന് നാരായണൻ എന്ന് പേരിട്ടു. ആ ഉണ്ണിയോട് ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് ഒരു സ്നേഹം കൂടുതൽ. അത് ഈശ്വരേച്ഛ. ആ നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ട് എപ്പോഴും ആ നാരായണനെ കുളിപ്പിക്കലും ആ നാരായണനെ അലങ്കരിക്കലും നാരായണനെ പരിചരിക്കലും ഒക്കെ താൻ തന്നെ. എപ്പോഴും നാരായണ എന്ന് വിളിച്ചുകൊണ്ട് ആ ഉണ്ണിയുടെ പിന്നാലെ നടന്ന അദ്ദേഹത്തിന്റെ അവസാന കാലം എടുത്തപ്പോ യമകിങ്കരന്മാര് 3 പേര് പ്രത്യക്ഷപ്പെട്ടു. അവസാന നിമിഷത്തിൽ ശ്വാസം വലിക്കുക. തന്റെ ഉണ്ണിയായിട്ടുള്ള നാരായണൻ അവിടെ കളിക്കുമ്പോ ഈ ഭീകരന്മാരെ നാരായണൻ കണ്ടാൽ പേടിക്കുമല്ലോ എന്ന് വിചാരിച്ച നാരായണ അച്ഛൻ പറയണ്ടോ പേടിക്കണ്ട എന്ന് പറയാൻ വേണ്ടി നാരായണ എന്ന് വിളിച്ചതാണ്. ആ അവസാനത്തെ ശ്വാസം എടുത്തതിന് ശേഷം വിളിച്ചത് നാരായണ നാമായി പോയി. അത് വിളിക്കാൻ തോന്നിയത് തൻ്റെ പുത്രനോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ പുത്രനെ വിളിച്ചതാണ്, അല്ലാണ്ട് ഭഗവാനെ വിളിച്ചതല്ല. പക്ഷെ അന്തേ നാരായണ സ്മൃതി, നാരായണ നാമസ്മൃതി, ആ നാമം നാവിലുണ്ടായി. അതുകൊണ്ട് തന്നെ കോടാനുകോടി ജന്മത്തിലുള്ള പുണ്യപാപങ്ങളൊക്കെ ഇങ്ങോട്ട് കരിഞ്ഞു ഉണങ്ങിയതാണ്. ആ അവസാന നിമിഷത്തില് ആ 3 ശ്വാസം വലിക്കുമ്പോൾ പണ്ഡിതന്മാര് പണ്ടുള്ളവർ പറയുമല്ലോ, ഈ മരണം തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്താൻ കഴിയത്ര. പിന്നെ ഇനി ഇത്ര ദിവസമേ ഉണ്ടാവുള്ളൂ അവനോന് എന്ന് അവനോനെ ഉറപ്പിക്കുന്ന. എന്നിട്ട് പിന്നെ ശ്വാസത്തെ എണ്ണും. ആ ശ്വാസങ്ങൾ ഇനി ഇത്ര ശ്വാസം, ഇനി 90 ശ്വാസം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന അവസാനം ഇനി 3 ശ്വാസം. അതിനു മുമ്പ് ഇനി ഇറക്കി കിടത്തിക്കോളൂ, എനിക്കൊന്നും വയ്യാണ്ടേ എന്ന് പറയുന്നതാണ്. അതന്നെ ചിലപ്പോൾ ശബ്ദം പുറപ്പെട്ടില്ല. ഇങ്ങനെ എണ്ണി 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 ഇരുത്തുന്നാണ്. സഹസ്രനാമം തുടങ്ങാറായ ഞാൻ പറയാം എന്നൊക്കെ മരിക്കണ ആളെന്നെ പറയുന്നത്. പണ്ട് ഇത് വിചാരിച്ചിട്ട് ഒരാൾ സഹസ്രനാമം തുടങ്ങിയത്ര, അപ്പൊ അദ്ദേഹം കൈകൊണ്ട് കാണിച്ചു എന്നാണ്. ഞങ്ങളുടെ ഒരു കാരണവരെ കുറിച്ച് പറയാം. അങ്ങനെ ആയിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി, എന്നാലേ പാകാവുള്ളൂ. ആ 3ാമത്തെ ശ്വാസം എടുക്കാറാവുമ്പോഴേക്കും കഴിയണം. അങ്ങനെ അതും കൂടി നിർദ്ദേശം കൊടുത്ത അവസാനം ഇറക്കി കിടത്തി ആ ശ്വാസം
വലിക്കുമ്പോൾ അവസാനത്തെ ശ്വാസം വലിക്കുമ്പോഴും ആ ഭഗവാനെ കുറിച്ചുള്ള നിർവൃതിയോട് കൂടിയിട്ട് അതിനെ വരവേറ്റുന്നാണ്. അങ്ങനെ വരവേൽക്കുന്ന എത്ര പണ്ഡിതന്മാരും. ഇവിടെ അജാമിളൻ അതൊന്നുമല്ല ചെയ്തത്. അജാമിളൻ തന്റെ പുത്രനെ വിളിച്ചതാ. എന്നിട്ട് പോലും വൈകുണ്ഠത്തുനിന്ന് വിമാനത്തിൽ വിഷ്ണുപാർഷദന്മാര് വന്നു. വിഷ്ണുപാർഷദന്മാര് 4 പേര് ശംഖചക്ര ഗദാപത്മധാരികള്. അവര് വന്നിട്ട് വിമാനത്തിനിടെ ഇറങ്ങി ഓടി വന്ന് അപ്പോഴേക്കും ഈ യമകിങ്കരന്മാര് ഈ അജാമിളന്റെ സ്ഥൂല ശരീരത്തിൽ നിന്ന് ജീവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി സൂക്ഷ്മ ശരീരത്തിൽ കെട്ടിയിട്ടായിരുന്നു. ആ കെട്ടഴിച്ച് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വിട്ടു എന്നാണ്. ആ ജീവനെ തിരിച്ച് സ്ഥൂല ശരീരത്തിലേക്ക് എങ്ങനെ ആക്കി. ഇത് കണ്ടപ്പോഴേക്ക് യമകിങ്കരന്മാർ അന്തം വിട്ട് നോക്കി നിൽക്കുക. കൊമ്പം വീശി കൊമ്പും ഒക്കെ ആയിട്ടുള്ള തീക്ഷ്ണമായ കണ്ണും ഒക്കെ ആയിട്ടുള്ള കറുകറുത്ത ആൾക്കാര് അവരവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഈ അതിസുന്ദരന്മാരായ വിഷ്ണുപാർഷദന്മാരോട് ചോദിക്കുക, അല്ല അപ്പൊ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണം? നിങ്ങൾ ആരാ? എവിടുന്ന് വന്നതാ? ഞങ്ങൾ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ദുഷ്ടത്തരം കാണിച്ചു വരെ ശിക്ഷിക്കാൻ വേണ്ടി യമലോകത്തേക്ക് കൊണ്ടുപോകാൻ നിൽക്കുക. അതിനുവേണ്ടി ഇയാളെ കൊണ്ടുപോകുമ്പോ നിങ്ങൾ തടുത്താൻ, നിങ്ങളോട് എതിർത്ത് പറയാനും ഞങ്ങൾക്ക് കഴിയണില്ല. നിങ്ങൾ ആരാ? എവിടുന്നാ? ഞങ്ങൾ ആരാ എവിടുന്നാന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ധർമ്മം അറിയാന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? എന്താ ഈ ധർമ്മം? അയ്യോ, ധർമ്മം എന്താന്ന് പറഞ്ഞോ? വേദത്തില്, ഋഗ്വേദത്തില്, യജുർവേദത്തില്, സാമവേദത്തില്, അഥർവവേദത്തില്, പിന്നെ ഉപവേദങ്ങളില്, ബ്രാഹ്മണങ്ങളില്, ഉപനിഷത്തുകളില്, പുരാണങ്ങളില് ഒക്കെ പറഞ്ഞിട്ടുള്ളത് വായതോരാണ്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ് യമകിങ്കരന്മാർ. മനസ്സിലായി നിങ്ങൾക്ക് ധർമ്മത്തെ കുറിച്ചൊക്കെ അറിയാമെന്ന് മനസ്സിലായി. ഇനി പ്രായശ്ചിത്തം അവരാദ്യം അങ്ങോട്ട് തുടങ്ങി വേദത്തിലെ പ്രായശ്ചിത്തത്തെ കുറിച്ച് ഇങ്ങനെ മതി നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് മനസ്സിലായി. ഈ പ്രായശ്ചിത്തം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? വേറെ എവിടെയെങ്കിലും? അവര് പറഞ്ഞു ഞങ്ങൾ അറിയാവുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതിലും മീതെ എന്താ ഇനി പ്രായശ്ചിത്തം എന്ന് ചോദിച്ചപ്പോഴാ നിങ്ങൾ പറയാത്തൊരു പ്രായശ്ചിത്തം ഇയാൾ ചെയ്തിട്ടുണ്ട്. അവസാന നിമിഷം ഭഗവത് നാമം ജപിച്ചു ഇയാള്. അപ്പൊ യമകിങ്കരന്മാരങ്ങോട്ട് കളിയാക്കിയതാണ്. നിങ്ങൾ സുന്ദരന്മാരാണ്, നിങ്ങളുടെ വാക്കുകളും വളരെ കേമാണ്, പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്നാ തോന്നുന്നത്. കാരണം ഈ അവസാന നിമിഷത്തിലെ ഭഗവാൻ എന്നല്ലേ ഇയാള് വിളിച്ചത്. അവസാനത്തെ ശ്വാസത്തിൽ ഇയാൾ വിളിച്ചു എന്നുള്ളതൊരു ശരിയാ. ഇയാളെ കുട്ടിയെ വിളിച്ചതാ. ഇയാളുടെ കുട്ടിയുടെ പേര് നാരായണനാ. അത് ഭഗവാനെ വിളിച്ചതൊന്നുമല്ല. അപ്പൊ അത് വിചാരിച്ചിട്ടാണോ ഈ കയറ് കെട്ടഴിച്ചത്? എന്നാ കയറൊക്കെ എടുക്കൂ, കയറുകൊണ്ട് ഞങ്ങൾ കെട്ടുകൈ എന്ന് പറഞ്ഞപ്പോ നിക്കട്ടെ വിഷ്ണുപാർഷദന്മാര് പറയാ ആ അവസാന നിമിഷം ജപിച്ചത് അദ്ദേഹത്തിന്റെ മകന്റെ പേരായിപ്പോയി എന്നുള്ളതിപ്പോ ഭഗവാന്റെ നാമത്തിന് വല്ല വൈശിഷ്ട്യം കുറയോ? അത് ഭഗവാന്റെ നാമമായി. ആ ഭഗവാന്റെ നാമം ഇയാളുടെ മകനിട്ട് വെച്ചിട്ട് ഭഗവാന്റെ നാമത്തിന്റെ ഗുണമൊന്നും കുറയില്ലല്ലോ. ഭഗവാന്റെ നാമത്തിന് ഗുണമുണ്ട്. അഗ്നിക്ക് അഗ്നിയുടെ ഗുണവും മരുന്നിന്റെ ഗുണവും അത് മാറ്റിയാൽ മാറില്ല. അത് അറിവുള്ളവൻ കഴിച്ചാലും അറിവില്ലാത്തവൻ കഴിച്ചാലും മരുന്ന് അതിന്റെ പ്രവൃത്തി ചെയ്യും. അറിവുള്ളവൻ തൊട്ടാലും അറിവില്ലാത്തവൻ തൊട്ടാലും അഗ്നിയുടെ ഗുണം നമ്മളിൽ കാണിക്കും. അപ്പോ അതുപോലെ തന്നെ ഭഗവാന്റെ നാമത്തിന്റെ വൈഭവം അതിപ്പോ മകന് പേരിട്ട് വിചാരിച്ചിട്ട് നാമത്തിന്റെ വൈഭവം കുറയൊന്നുമില്ല. അവസാനത്തെ നിമിഷം ഭഗവാന്റെ നാമം ജപിച്ചു, അതുകൊണ്ട് അത് പ്രായശ്ചിത്തായി തീർന്നു. അതുകൊണ്ട് നിങ്ങൾ കയറും നിൽക്കണ്ട, അയാളെ വെറുതെ വിട്ടോളൂ. ഇനി നിങ്ങൾക്ക് ഈ നാമത്തിന്റെ വൈഭവം ഞങ്ങൾ പറഞ്ഞത് ബോധ്യാവണില്ലെങ്കിൽ നിങ്ങൾ വേഗം പൊക്കോളൂ. നിങ്ങളുടെ നാഥനായിട്ടുള്ള യമന് ഇതൊക്കെ അറിയാം. യമന് മാത്രമല്ല, സ്വയംഭൂർണ്ണ നാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലി വയ്യാസകിർ വയം. ഇങ്ങനെ 12 പേർക്കാണ് നാമത്തിന്റെ വൈഭവം, ഭക്തിയുടെ മഹത്വം വളരെ ഭംഗിയായിട്ട് അറിയുന്ന ആൾക്കാര്. അതിലൊരാളാണ് നിങ്ങളുടെ നാഥനായിട്ടുള്ള യമനും. ആ യമനോട് പോയി ചോദിച്ചോളൂ. നാമത്തിന്റെ വൈഭവം അത് വളരെ വിശേഷമാണ്. അതുകൊണ്ട് അനവധി പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്നതിന് പകരമായിട്ടുള്ള ഒരു പ്രായശ്ചിത്തമായി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇയാളെ ഇനി ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോ യമകിങ്കരന്മാർക്ക് പരിഭ്രമമായി. അവരിനി യമലോകത്ത് പോയി ചോദിച്ച് തീരുമാനമാക്കിയിട്ടേ ഉള്ളൂ എന്ന് ഉറപ്പിച്ച് അവര് പോയി.
അപ്പോഴേക്ക് അജാമിളന്താ വിഷ്ണുപാരിഷന്മാരോട് അവരെ കണ്ടിട്ടും ഈ വർത്തമാനം കേട്ടിട്ടും നാമത്തിന്റെ വൈഭവത്തിന്റെ മഹിമ ഈ വിഷ്ണുപാരിഷന്മാര് വർണ്ണിച്ചത് കേട്ടിട്ടും അത്ഭുതപ്പെട്ടു എന്നാണ്. അങ്ങനെ ആ വിഷ്ണുപാരിഷന്മാരോട് എന്തോ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് വായ പൊളിച്ചപ്പോഴേക്കും അവര് അപ്രത്യക്ഷമായി വിമാനത്തിൽ കയറിപ്പോയി എന്നാണ്. ഇപ്പൊ വിഷ്ണുപാരിഷന്മാരും ഇല്ല, അവിടെ യമകിങ്കരന്മാരും ഇല്ല. ആ നാമജപത്തിന്റെ വൈഭവം കണ്ട് കേട്ടറിഞ്ഞിട്ട് അജാമിളൻ തന്റെ പുത്രനെ കുറിച്ചുള്ള ചിന്ത ഒട്ടുണ്ടായില്ല. തന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചില്ല. ആ നാമത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് അവിടുന്ന് ഉറക്കം കൊണ്ട് ജപിക്കാൻ തുടങ്ങിയതാണ്. നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ജഗദീശ്വര ഹരേ പരമേശ്വര ജഗദീശ്വര ഹരേ പരമേശ്വര ജഗദീശ്വര ഹരേ പരമേശ്വര ജഗദീശ്വര ഹരേ പരമേശ്വര സർവേശ്വര ഹരേ ഭാഗ്യശുമാ സർവേശ്വര ഹരേ ഭാഗ്യശുമാ സർവേശ്വര ഹരേ ഭാഗ്യശുമാ സർവേശ്വര ഹരേ ഭാഗ്യശുമാ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അജാമിളനെ എല്ലാം മറന്നുകൊണ്ട് നാമം ജപിച്ചു. ആ നാമം ജപിച്ച് 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 അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു. ആ ശരീരം അങ്ങനെ പാറി 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 എന്ന് പറയാം. അങ്ങനെ എല്ലാ സുഹൃതികളെയും ആകർഷിക്കുന്ന ഹിമവാന്റെ താഴ്വരയിൽ എത്തിയെന്നാണ് ആ ശരീരം. അവിടെ ഗംഗാനദിയിൽ പോയി കുളിച്ച് അദ്ദേഹം അവിടെ ഇരുന്ന് നാമം ജപിച്ച് സിദ്ധി വരുത്തി. ആ നാമജപത്തിന്റെ വൈഭവം കൊണ്ട് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വിശ്വപാരിഷന്മാര് വന്നു, കൂട്ടിക്കൊണ്ടുപോയി. യമകിങ്കരന്മാര് യമലോകത്തെത്തി. യമധർമ്മനോട് ഇങ്ങനെ അബദ്ധം പറ്റിയതുള്ള കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കേട്ടപ്പോ യമധർമ്മൻ അങ്ങനെ കണ്ണടച്ച് കണ്ണിന്ന് കണ്ണുനീര് അങ്ങനെ ഒഴുകുക. ആ കണ്ണുനീര് അതങ്ങനെ കണ്ടിട്ട് യമകിങ്കരന്മാർ അത്ഭുതപ്പെട്ടു എന്നാണ്. ആ നിർവൃതി കഴിഞ്ഞിട്ട് യമധർമ്മൻ യമകിങ്കരന്മാരോട് പറയുക, ആ നാമജപത്തിന്റെ വൈഭവം വളരെ വലുതാണ്. നാമം ജപിച്ചവരെ ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരില്ല. ഞാൻ രാവിലെ തരുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റ് നാമം ജപിക്കാത്തവരുടെ ലിസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഭഗവാനെ നമസ്കരിക്കാത്തവരുടെ ലിസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കാത്ത കാലിന് ഉടമകളുടെ ലിസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഭഗവാനെ പൂജ ചെയ്യാത്ത കയ്യും വെച്ച് നടക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ്. എന്നാൽ ഈ കർമ്മങ്ങളൊന്നും ചെയ്തവരെന്നും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരില്ല. നിങ്ങൾ അബദ്ധത്തില് ഇങ്ങനെ ഈ അജാമിളന്റെ അടുത്തെത്തി. അജാമിളൻ ദുഷ്കർമ്മമൊക്കെ ചെയ്തേർന്ന ആളാണ്. പക്ഷെ ആ അവസാന നിമിഷം ജപിച്ചു നാമം. ആ ഭഗവൻ നാമം ജപിച്ചപ്പോ അയാൾക്ക് അതിന്റെ പ്രായശ്ചിത്തൊക്കെ ആയി തീർന്നു എന്നുള്ളത് വിഷ്ണുപാരിഷന്മാര് പറഞ്ഞത് സത്യമാണ്. വൈകുണ്ഠത്തിലുള്ള വിഷ്ണുവിനെ പരിപാലിക്കുന്നവരാണ് ആ വിഷ്ണുപാരിഷന്മാര്. അവരെയാണ് നിങ്ങൾ കണ്ടത്. അവര് പറഞ്ഞത് സത്യമാണ്.
അതുകൊണ്ട് നിങ്ങൾ ഇനി താൻ ആനയെന്നും അസതോകൃത വിഷ്ണുകൃത്യാന്നാണ്. വിഷ്ണുകൃത്യങ്ങൾ ഒരിക്കലും ചെയ്യാത്തവരെ മാത്രമേ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ചു നേരം നാമം ജപിക്കാമെന്ന് പറഞ്ഞിട്ട് ആ യമകിങ്കരനും യമകിങ്കരന്മാരോട് കൂടി യമധർമ്മം ആ യമലോകത്ത് നാമം ജപിക്കുകയാണെന്ന്. ഹരിനാരായണ 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 ദുരിത നിവാരണ ഹരിനാരായണ ദുരിത നിവാരണ പരമാനന്ദ സദാശിവസുന്ദര പരമാനന്ദ സദാശിവസുന്ദര പരമാനന്ദ സദാശിവസുന്ദര പരമാനന്ദ സദാശിവസുന്ദര ഹരിനാരായണ 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 ഹരിനാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാമജപത്തിന്റെ വൈഭവം അജാമിളന്റെ കഥയിലൂടെ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് കയറ്റിവെച്ചു. നാമവൈഭവം. ഇനിതാ മന്ത്രവൈഭവം. നാമവും മന്ത്രവും ഒക്കെ അതിവിശിഷ്ടമായിട്ട് ധൃതാതനൂരുഷതീമേ പുരാണി എന്നാണ്. ഭഗവാന്റെ ശരീരം തന്നെയാണ് ഏറ്റവും പുരാതനമായ ശരീരമാണ് മന്ത്രങ്ങൾ എന്ന്. അത് വേദമന്ത്രങ്ങളാണെങ്കിൽ അതിവിശേഷം. ഇനി അതല്ല ഉപനിഷത് മന്ത്രങ്ങളാണെങ്കിലും അത്രത്തോളം ശ്രേഷ്ഠ അല്ലെങ്കിലും അത് ശ്രേഷ്ഠം തന്നെയാണ്. പിന്നെയോ ഓരോ സുഹൃതികളും അവർക്ക് മുക്തി പദത്തിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ പുറപ്പെടുവിച്ച ശബ്ദങ്ങളൊക്കെ ആണെങ്കിൽ ആ ശബ്ദങ്ങളും മന്ത്രങ്ങൾ തന്നെയാണ്. അനവധിയാണ് മന്ത്രങ്ങൾ, പലതരത്തിലുള്ള മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങൾ ഹംസമുഖ്യം എന്നൊരു മന്ത്രം ജപിച്ച് പ്രചേതസ്സുകളുടെ പുത്രനായിട്ടുള്ള ദക്ഷൻ സിദ്ധി വരുത്തിയ കഥയാണ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചതുർത്ഥോധ്യായ രാജോവാച ദേവാസുരനൃണാം സർഗോ ആഗാനാം മൃഗപക്ഷിണാം സാമാസികസ്ത്വയാ പ്രോക്തോ യസ്തു സ്വായംഭുവേന്ദ്രേ തസ്യൈവ വ്യാസമിച്ഛാമി ജ്ഞാതും തേ ഭഗവന്നഥാ അനുസത്കന്മയാ ശക്തിയാ ച വർദ്ധ ഭഗവാൻ പരാ. സൂത ഉവാച ഇതി സംപ്രശ്നമാഗമ്യ രാജഋഷേർപാദരായണി പ്രദനന്ത്യ മഹായോഗീ ജഗാദമന്യ സപ്തമാ. ശ്രീശുക ഉവാച യഥാ പ്രജേതസപുത്രാദശ പ്രാചീനപരിഹുഷ അന്തസ്സമുദ്രാദുന്മഗ്നാദസ്വർഗാം ദ്രുമൈർവൃതാം ദ്രുമേഭ്യമാനാസ്തേ തപോദീപിതമന്യവ മുഖതോ വായുമഗ്നിം ച സൃജുസ്തദ്യക്ഷയാ താഭ്യാം നിർദ്ദഹ്യമാനാം സ്ഥാനോപലഭ്യ ഗുരുദ്വഃ രാജോവാച മഹാൻ സോമോ മന്യം വൃഷമൈന്യവ മാദ്രുമേഭ്യോ മഹാഭാഗാദീനേഭ്യോ ദ്രോക്തുമർഹത വിവർദ്ധൈഷവോയം പ്രജാനാം പദയസ്മൃത അഹോ പ്രജാപതിപതിർഭഗവാൻ ഹരിരവ്യയ വനസ്പതീനോഷധീശ്ച സദർജോർജമിഷം അന്നം ചരാണാമജരാഹപദ പാദചാരിണാം അഹസ്താഹസ്തയുക്താനാം ദ്വിപദാം ചതുഷ്പദ അഹസ്താഹസ്തയുക്താനാം ദ്വിപദാം ചതുഷ്പദ. യൂയം ച പിത്രാൻവാദിഷ്ടാ ദേവദേവേന ചാനഘാ പ്രജാസർഗായ ഹിരഥം വൃക്ഷാം നിർദഗ്ധമർഹത ആദിഷ്ഠ സദാമാർഗം കോപം യച്ഛ്രദീപിതം പിത്രാപിതാമഹേനാഭിദുഷ്ടം വപ്രപിതാമഹേയേ ഭോഗാനാം പക്ഷമസ്ത്രിയാ പതി പ്രജാനാം ഭിക്ഷൂണാം ഗൃഹ്യജ്ഞാനാം ബുധസ്സുൽ അന്തർദേഹേഷു ഭൂതാനാം ആത്മാസ്തേ ഹരിരീശ്വര സർവം തദ്ധിഷ്ണമീക്ഷധ്വമേവം മസ്തോഷതോ
ह्यसौ यस्समुत्पतितं देह आकाशान्मन्यमुल्बणम् आत्मजिज्ञासयाय छेत्स गुणानति वर्तते अलं दग्धेद्रमैर्दीनैः खिलानां शिवमस्तु वा वाक्षीः शाबराकन्या पत्नी त्वे प्रतिगृह्यताम् इत्यामन्त्रिवरालोहां कन्याम् अप्सरसीं नृप सोमवराजाय उदत्वा ते धर्मेणोपयेमिते तेभ्यस्तस्यां समभवद्दक्ष प्राचेदसः किल यस्य प्रजाविसर्गेण लोका पूरिताश्रय यथा सर्गभूतानि दक्षो दुहितृवत्सल तेजसा मनसा चैव तन्ममावहितशृणु मनसैवासुरत्पूर्वं प्रजापतिरिमाः प्रजा एवासुरमनुष्यादीं नः स्थलजलौकसा तमभिर्भितमालोक्य प्रजासर्गं प्रजापति विन्ध्यपादानुपव्रज्य सो जगद्दुष्करन्दव तत्राघमर्षणं नामातीर्थं पापहरं परम् उपस्पृश्यानुसवनं तपसा दोषयद्धरिम् अस्तौ शीध्वंसगुह्येन भगवन्तमसोक्षयं तुभ्यं तदभिधास्यामि तस्यादुष्यत्रो हरि प्रजापतिर्वाच नमः परायाविदधानुभूतये गुणत्रयाभासनिमित्तबन्धवे अदृष्टधाम्ने गुणतत्त्वबुद्धिभिर्निवृत्तमानाय दधे स्वयं भवे स यस्य सख्यं पुरुषो वैदिसख्युः वसन् संवसदः पुरेऽस्मि गुणो विधा गुणिनो व्यक्तदृष्टेस्तस्मै महेशाय नमस्करोमि देहो समोक्षामनवो भूतमात्रा नात्मानमन्यं च विदुः परयल् सर्वं पुमान् वेदगुणांशतज्ञो न वेद सर्वज्ञमनन्दमीडे यतो ब्राह्मो मनसो नाम रूपस्य दुष्टस्मृतिसम्प्रमोषात् य ईयते केवलयासु संस्थया हंसाय सद्मयी शुचि सद्मने नमः मनीषिणो दर्हति सन्निवेशितं स्वशक्तिभिर्नवभिश्च त्रिवद्भिः मन्नीयता दारुणिवाञ्जदस्यं मनीषया निष्कर्षन्ति गूढं स वै ममाशेषविशेषमाया निषेधनिर्वाणसुखानुभूति स सर्वनामा स च विश्वरूपप्रसीदता मनिरुक्तात्मशक्तिः यद्यन्निरुक्तं वचसा निरूपितं धियाक्षभिर्वामनसा बोधयस्य मा भूत्स्वरूपं गुणरूपं हि तत्तत्सवै गुणावाय विसर्गलक्षण यस्मिन् यतो येन यस्मै यद्यो यथा कुरुते कार्यते च रावणेषां परमं प्राक्प्रसिद्धं तद्ब्रह्म तद्धेतुरनन्यदेकं यच्छक्तयो वदनां वादिनां वै विवादसंवादभुवो भवन्ति कुर्वन्ति चैषां पुरात्ममोहं तस्मै नमो नन्दगुणाय भूम्ने अस्तीति नास्तीति च वस्तुनिष्ठयोरेकस्त्वयोर्भिन्नविरोधविरुद्धधर्मयोः अवेक्षितं किञ्चन योगसाङ्ख्ययोः समं परं ह्यनुकूलं त्रिहत्तत् योऽनुग्रहार्थं भजतां पादमूलमनामरूपो भगवानन्द नामानि रूपाणि च जन्मकर्मभिर्भेदे समह्यं परमः प्रसीदतु यः प्राकृते ज्ञानपथे जनानां यथाशयं देहगतो विभाति यथा पार्थिवमाश्रितो गुणं स ईश्वरो मे गुरुतान्मनोरथं श्रीशुक उवाच इति स्तुतस्तंस्तुवतस्य तस्मिन्नखमर्षणे आविनासी पुरुषश्रेष्ठ भगवान् भक्तवत्सल सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द कृतपादस्वप्नांसे प्रलम्बाष्टमहाभुज चक्रशङ्खासितर्मेषु धनु पाशगदाधर पीतवासा घनश्यामप्रसन्नवदनेक्षण वनमालानिमीदाङ्गो रसच्छ्रीवत्सकौस्तुभं महाकिरीटकटकस्थलन्मकरकुण्डल काञ्जङ्गुलीयवलयनूपुराङ्गदभूषित त्रैलोक्यमोहनं रूपं बिभ्रतृभुवनेश्वर ऋतुनारदनन्दाद्यै पार्षदैः सुरयूतवैः स्तूयमानो दिवायद्भिः सिद्धगन्धर्वचारणैः रूपं तन्महदाश्चर्यं यक्षागरसात्वसा नामदण्डवद्भूमो प्रहृष्टात्मा प्रजापति न किञ्चनो नीरयितुमशकन् तीव्रया मुदा आपूरितमयोद्वारिर्हृदिन्नैव तं तथा वनतं भक्तं प्रजाकामं प्रजापतिं चित्तज्ञः सर्वभूतानामितमाह जनार्दन श्रीभगवानुवाच प्राचेतसमहाभागा संसिद्धस्तपसा भवान् यच्छ्रद्धया मत्परया मयि भावं वरङ्गता प्रीतोऽहं ते प्रजानाथाय ते स्योद्ब्रह्मणं तप ममैष कामो भूतानां यद्भूयासु विभूतया ब्रह्मा भवो भवन्तश्चावनवो विभूतेश्वरा विभूतयो मम ह्येता भूतानां भूतिहेतव तपो मे हृदयं ब्रह्मं स्तनुर्विद्याक्रिया आकृति अङ्गानि कृतवो जाता धर्म आत्मा सवस्वरा अहमेवासमेवाग्रे नान्यत् किञ्चान्तरं बहि संज्ञानमात्रमव्यक्तं प्रसक्तं यो विश्वदा मय्यनन्दगुणेनन्दे गुणतो गुणविग्रह यदा
यदासीत् तदैवाद्य स्वयंभूः समभूतज स वै यदा महादेवो मम वीर्योपबृंहित मेनेऽखिलमिवात्मानमुद्यतस्सर्गकर्मणि अथ मे भीतो देवस्तमोदप्यदारुणं नव विश्वपुर्योष्मान्येनादावसकद्विभो एषा पञ्चजनस्यां का दुहिता वै प्रजापते असिग्नी नाम पत्नी त्वे प्रदेश प्रतिगृह्यता निधिनव्यवायधं वस्तुं प्रजासर्गमिमं पुनः निधिनव्यवायधमिण्यां भूरिशो भावयिष्यसि त्वत्तोधस्ताय प्रजा सर्वामिधिनी भूयमायया मदीयया भविष्यन्ति हरिष्यन्ति च मे बलिं श्रीशुभोवाच इत्युक्त्वा अंशतस्तस्य भगवान् विश्वभावन स्वप्नोपलब्धार्थैव तत्रैवान्तर्दधे हरिः श्रीकृष्णार्पणमस्तु हरि ओम् इति श्रीमद्भागवते महापुराणे पारमहंस्यानुमदायां षष्ठस्कन्धे चतुर्थोऽध्यायः सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द ദേവാസുരനൃണാം സർഗോ നാഗാനാം മൃഗപക്ഷിണാം. അങ്ങ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നാണ് ശുഗബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് ചോദിക്കുന്നത്. ദേവന്മാരെ എങ്ങനെയുണ്ടായി, അതൊക്കെ ഈ സ്വയംഭൂവ മന്വന്തരത്തിൽ ഇവരുടെയൊക്കെ സർഗം, ഇവരൊക്കെ എങ്ങനെ ഉണ്ടായി അതിനെക്കുറിച്ച് അവരുടെ കഥകളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. ഇവര് വികസിച്ചത് എങ്ങനെ, തസ്യൈവ വ്യാസമിച്ഛാമി ജ്ഞാതും. ഈ പക്ഷികളുടെ കൂട്ടം വർദ്ധിച്ചതെങ്ങനെ, അതിൻ്റെ ഗുണങ്ങൾ പലതരത്തിലായതെങ്ങനെ, നാഗങ്ങളുടെ കൂട്ടം അത് പലതരത്തിലായതെങ്ങനെ എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടി വർദ്ധിച്ചത് സ്വാഭാവികമായിട്ട് അങ്ങനെ വർദ്ധിച്ചു വന്നത് എങ്ങനെ എന്നറിയണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചപ്പോഴാണ് അത് കേമമായിട്ട് ബ്രഹ്മാവാണ് നടത്തിയത്. പക്ഷെ ബ്രഹ്മാവ് ഒരിക്കൽ പകലൊന്നും ഉറങ്ങിയിത്ര. ആ സമയത്ത് ഒക്കെ പെട്ടെന്ന് നശിച്ചു. നശിക്കാൻ പാടില്ലല്ലോ. ആ സമയത്ത് അതൊക്കെ വേണ്ട രീതിയിൽ സൃഷ്ടി നടത്തിയെന്നാണ് ആ സമയത്ത് ദക്ഷൻ, പ്രജേതസ്സുകളുടെ പുത്രനായിട്ടുള്ള ദക്ഷൻ. ആദ്യം മഹാദേവനെ നിന്ദിച്ച ദക്ഷൻ ആടിന്റെ തല വെച്ച് ജീവിച്ച് ആ ജന്മം കഴിഞ്ഞ് പിന്നെയും ആ ജീവൻ തന്നെയാണ് പ്രജേതസ്സുകളുടെ പുത്രനായിട്ട് ദക്ഷൻ എന്ന പേരോട് കൂടി തന്നെ ജനിച്ചത്. മാരീഷയ്ക്ക് പ്രമ്ലോജ എന്ന അപ്സരസിലുണ്ടായ പുത്രിയിലാണ് ദക്ഷന്റെ ജനനം. മാരീഷ പുത്രനാണ് ഈ ദക്ഷൻ. അങ്ങനെ ആ ദക്ഷൻ സൃഷ്ടി നടത്താനുള്ള പ്രചോദനമായിട്ട് അങ്ങനെ അഘമരിഷണം എന്ന് പറയുന്ന പുണ്യതീർത്ഥത്തിന്റെ വക്കത്തെത്തി അതിൽ കുളിച്ച് പരിശുദ്ധമായിട്ട് അവിടെ ഇരുന്ന് ധ്യാനിച്ചു. അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, ഭഗവാൻ അനുഗ്രഹിച്ചു. അപ്പൊ ആ ഭഗവാനെ സ്തുതിച്ചത് ഹംസഗുഹ്യം എന്നൊരു മന്ത്രം ജപിച്ചുകൊണ്ടാണ്. ആ ദക്ഷന് ഗുരുനാഥനായിട്ടുള്ള നാരദൻ പറഞ്ഞു കൊടുത്ത ആ ഹംസഗുഹ്യം എന്ന മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തി അതിൽ പ്രസന്നനായി ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങക്ക് സൃഷ്ടി നടത്താൻ വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ഞാൻ തരണു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ അപ്രത്യക്ഷമായി എന്നാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. അങ്ങനെ ആ ഭഗവത് അനുഗ്രഹപ്രകാരം ദക്ഷൻ വിവാഹം കഴിച്ച് അതിലെ കുട്ടികൾ കുറേ ഉണ്ടായി എന്നുള്ളത് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. അതന്നെ രണ്ട് ഗണങ്ങളായിട്ട് കുട്ടികൾ, ഹര്യശ്വന്മാർ എന്ന് പറഞ്ഞിട്ട് കുറേ പുത്രന്മാർ ജനിച്ചു അദ്ദേഹത്തിന്. അവരൊക്കെ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ അച്ഛനെ സഹായിക്കൂ, അതിനുവേണ്ടി തപസ് ചെയ്ത് വരൂ എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പടിഞ്ഞാറ് ദിക്കേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വലിയൊരു സരസ് കണ്ടു. അതിൻ്റെ വക്കത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയപ്പോൾ നാരദ മഹർഷി അവിടെ വന്നു. അല്ല, നിങ്ങളിപ്പോൾ എന്തിനാ അവിടെ വന്നിട്ടുണ്ടെ, എവിടേക്കാ പോണം എന്നൊക്കെ ചോദിച്ചു നാരദ മഹർഷി. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിട്ട് ഈ ഏക പുരുഷനുള്ള ഒരു രാഷ്ട്രം ഏതാന്ന് അറിയാണ്ട് ഇങ്ങനെ അന്തം വിട്ടിട്ട് നിന്നിട്ട് എന്താ കാര്യം, കർമ്മം ചെയ്യാൻ പോവാതെ. നാരദൻ പറഞ്ഞു ഇങ്ങനെ. അതിന് ഇവർ ആകെ പരിഭ്രമിച്ചു. മേപ്പെട്ടും വെപ്പെട്ടും ഒഴുകണ നദിയെ കുറിച്ച് അറിയാത്ത നിങ്ങൾ എന്ത് കർമ്മം ചെയ്യാനാ പോണത്, എന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയോ? ഇങ്ങനെ നാരദന്റെ ചോദ്യങ്ങൾ മാലപ്പടക്കം പോലെ അങ്ങനെ വന്നു തുടങ്ങിയതാണ്. കുറെ കഴിഞ്ഞപ്പോ നാരദൻ ചോദ്യങ്ങൾ നിർത്തി. ഹര്യശ്വന്മാർ ആ ചോദ്യങ്ങളുടെ സാരം എന്താന്ന് കണ്ടെത്തി. ഏക പുരുഷനുള്ള രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ. ഈ പ്രപഞ്ചത്തെ കുറിച്ച് അറിയാതെ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതറിയാതെ ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാതെ അച്യുതഭാവവർജിതം ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം. ഞാനാണെങ്കിൽ പോലും ആ ച്യുതിയില്ലാത്ത ഭഗവാന്റെ ഈ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിലുള്ളത് കാണാതെ ജ്ഞാനത്തെ പോലും പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയാനുണ്ടോ? ആ ഭഗവാനെ അറിയാതെ നിങ്ങൾ കർമ്മം ചെയ്യുന്നത് വ്യർത്ഥമാണെന്നാണ് നാരദൻ പഠിപ്പിച്ചത്. ആ ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യാൻ തോന്നൂല്ല എന്നുള്ളത്.
ആ കർമ്മത്തിന് നമുക്ക് ബന്ധമുണ്ടാവില്ല. ആ കർമ്മം നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുക, അത് ലോക നന്മയ്ക്കായിട്ട് നമ്മൾ ചെയ്യപ്പെടും, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഭഗവാൻ. അപ്പൊ ചെയ്യിപ്പിക്കണത് മാത്രമായി തീരും നമ്മൾ ചെയ്യണത്. അങ്ങനെ കർമ്മം നമ്മളിൽ നിന്ന് വിട്ടുപോകണം എന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെ മായയുടെ അത്യത്ഭുത പ്രഭാവം അതും മനസ്സിലാക്കി എന്നുള്ളതാണ്. നദിയുടെ ഒഴുക്ക് മേപ്പെട്ട് കീഴ്പ്പെട്ട് ഒഴുകണ നദി. ഇങ്ങനെ പല ചോദ്യങ്ങൾക്കും അവര് ഉത്തരം കണ്ടെത്തി എന്നുള്ളതാണ്. അങ്ങനെ അവര് മുക്തി പദത്തിലെത്തി. ഇത്ര ഹജേശ്വന്മാര് മുഴുവൻ. ദക്ഷന് വല്ലാണ്ട് ദേഷ്യം വന്നു. തന്റെ കുട്ടികളെയൊക്കെ മുക്തി പദത്തിലെത്തിക്കാനല്ല സൃഷ്ടിച്ചത്, സൃഷ്ടി വർദ്ധിപ്പിക്കാനാണ് അവരെയൊക്കെ സൃഷ്ടിച്ചത്. നാരദൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിച്ചു. ആദ്യ ശബളാശ്വന്മാർക്ക് ജന്മം കൊടുത്തു. അവരും ഇതുപോലെ തന്നെ നാരദ ഉപദേശപ്രകാരം മുക്തി പദത്തിലെത്തി. ദക്ഷന് വന്നൊരു ദേഷ്യം ഉണ്ടെന്ന്, ആ ദേഷ്യത്തിന്റെ പ്രഭാവം ഒരു ശാപമായിട്ട് അങ്ങോട്ട് വന്നു നാരദന്റെ അടുത്തേക്ക്. അങ്ങക്ക് ഒരു മുഹൂർത്തത്തിലധികം ഒരു ദിക്കിൽ നിൽക്കാൻ പറ്റാതെ പോട്ടെ എന്നാ ശാപം ഉരുണ്ട് നാരദന്റെ അടുത്തേക്ക് വരുന്നു കണ്ടപ്പോ നാരദൻ അത് നല്ലതാണെന്ന് വിചാരിച്ചു. അതിനെ അപ്പൊ തന്നെ കരിച്ച് ദഹിപ്പിച്ചു കളയാൻ നാരദന് തപസ്സില്ലായല്ല. പക്ഷെ അത് വന്നാൽ നല്ല സുഖ, എവിടെയും ഒരു നിമിഷത്തിൽ ഒരു മുഹൂർത്തത്തിലപ്പുറം. നാരദ മഹർഷി അങ്ങ് കുറച്ചും കൂടി ഇവിടെ ഇരിക്കുമെന്ന് ആരും പറയില്ലല്ലോ. നാരദ മഹർഷി ഒരു മുഹൂർത്തത്തിലധികം ഇരുന്നാൽ അദ്ദേഹത്തിന്റെ തല പൊട്ടി തെറിക്കുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പൊക്കോട്ടെ എന്ന് എല്ലാവരും വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ദിക്കിലും തനിക്ക് സംഘം ഒരു കാരണവശാലും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശാപമാണത്. അത് സ്വീകരിക്കാമെന്ന് വിചാരിച്ച് സ്വീകരിച്ചു എന്നുള്ളതൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. नमो भगवते वासुदेवाय। अथ पंचमोऽध्याय श्रीशुकौवाच तस्यां स्वाञ्जन्या विष्णुमायोपबृंहिता नद्यशुसंख्यानयुतं पुत्रानदनेद्युः अपृथक्धर्मशीलास्ते सर्वे दाक्षायणा नृप पित्रा प्रोक्ता प्रजासर्गे प्रीतिं प्रयोक्तिशं तत्र नारायणसरस्तीर्थं सिन्धुसमुद्रयोः सङ्गमो यत्र सुमहन्मनिचित्तनिषेवितं तदुपस्पर्शनादेव विनिर्धूतमलाशया धर्मे पारमहंसे च प्रोत्पन्नमदयोप्युता तेऽभिनेतवयेवोग्नं विद्रादेशेन यन्त्रिता प्रजाविवृद्धये यत्तां देवऋषिस्तां ददर्शः उवाच गाधुमद्यस्वा कथं संक्षरमयि प्रजा अदृष्ट्वान्तं भुवो योगं बालशावदबालका तदैव पुरुषं राष्ट्रं विलङ्गादृष्टनन्दनमं बहुरूपान् प्रियञ्जावे पुमान् सम्पुंसलीपतिं मदीमभयदो वाहवान् पञ्चपञ्चाग्रहं गृहं क्वचिद्धं सञ्चित्रगतं शौतभग्यं स्वयंभ्रमं कथं स्वविद्रादेशमविद्वांसो विभश्चिताम् अन्रूपमविज्ञाय अहो स्वर्गं गरिष्यः श्रीशिलं विवाद तन्निसंज्ञातहद्यस्वावोत्पत्तिगमनीषया औत्पत्तिगमनीषया कार्यकूडं बुधे स्वयं भीममृषोद्धिया भूक्षेत्रं जीवसंस्थं यदनादिकञ्चबन्धनं अदृष्ट्वा तस्य निर्वाणं किमसत्कर्मभूतमेर एकेवेशरस्तुभ्यो भगवान् स्वाश्रयपर तपदृष्ट्वा भुवं सत्यमसत्कर्मभूतभवेत् पुमान्नैवेद्यत्वा विलसर्गं गतोऽथा प्रत्यग्रामाविदयः किमसत्कर्मभूतभवेत् नानारूपात्मनो बुद्धिस्वैरणीव गुणान्विता तन्निष्ठामगतस्येह किमसत्कर्मभूतभवेत् तत्सङ्गर्भञ्जनैश्वर्यं संसरन्नं कुभारिवत् तद्गतीरवधस्येह किमसत्कर्मभूतभवेत् सृष्ट्यप्येकवीमायां वेलाकोलान्तवेगितां मत्तस्य रामविज्ञस्य किमसत्कर्मभूतभवेत् पञ्चविंशतितत्त्वानां पुरुषो पुरदर्पणम् अध्यात्ममबुद्धस्येह किमसत्कर्मभूतभवेत् ऐश्वर्यं शास्त्रमुत्विद्याबन्धमोक्षान्तदर्शनं निरुक्तपदमज्ञाय किमसत्कर्मभूतभवेत् कालचक्रं तीक्ष्णं सर्वं निष्कर्षयेत् जगत् स्वतन्त्रमबुद्धस्येह किमसत्कर्मभूतभवेत् शास्त्रस्य विरादेशं यो न वेद निवर्तकं कथं तदनुरूपाय गुणविश्रम्भुपक्रमेत् इति दिवसकाराधनहर्यश्वायकतेरसा प्रजौस्तं परिक्रम्य बन्धानमनिवर्तनं स्वरब्रह्मणि निर्भातकृषिकेशपदाम्बुजे अखण्डं चित्तमावेश्य लोकाननुचरन्मुनि नाशं निशम्यपुत्राणां नारदाक्षीरशालिनः अन्वलभ्यतकशोजं सुप्रजास्त्वं सुजाम्पदं स भूयपाञ्चजन्यायामदने अयेन परिसमन्विता पुत्रानदने दक्षश्रवणाश्वान् सहस्रशः ते पित्रा समादिष्टाः प्रजासर्गे धृतप्रदा नारायणसरो जन्मुर्यत्र सिद्धाः स्वपूर्वजाः तदुपस्पर्शनादेवा विनिर्धूतमलाशयाः यबन्धो ब्रह्मपरमं ते पुस्तयत्र महत्तमः अभक्षा कलिजिन्मासान् कलिजिद्वायु भोजना आराधयन् मन्त्रमिमम् अभ्यस्यन्त इडस्तुतिम् ॐ नमो नारायणाय पुरुषाय महात्मने विशुद्धसत्त्वधिष्ण्याय महाहंसाय धीमहि इति दानविराजेन्द्र प्रसर्गधियो मुनिः उपैति नारदप्राह वाचकूडाय पूर्ववत् दाक्षायण संशृणुत यततो निगमं मम अन्विच्छता अनुपदवीं भ्रातॄणां भ्रातृवत्सला
ഭ്രാതॄണാം പ്രായണം ഭ്രാതായോ നിഷ്ഠധർമ്മവിൻ പുണ്യബന്ധു പുരുഷോ മരുദ്ഭിസ്സഹമോദത്തെ ഏതാവതുക്വാ പ്രയോ നാരദോമോപദർശന ദേവിജാൻ മകമന്മാർഗം ഭ്രാതॄണാമേവ മാരിഷാൻ സദ്രീചീനം പ്രതീചീനം പരസ്യാനവധംഗതാ ആദ്യാവിധേ നിവർത്തന്തേ പശ്ചിമായാമിനീതിവ ഏതസ്മിൻ കാലോത്പാദനം ബഹും പശ്ചിമ പ്രജാപതി പൂർവമം നാരദകൃതം പുത്രനാശമുപാസനോദം ശുക്രോധ നാരദായാസോ പുത്രശോക വിമോക്ഷിത ദേവഋഷിമുപലഭ്യാഃ രോഷാത് വിസ്ഫുരിതാധര ദക്ഷ ഉവാച അഹോ സാധോ സാധൂനാം സാധുലിംഗേന നസ്ത്വയാ അസാധ്വകാര്യഭഗാണാം ഭിക്ഷോർമാർഗ പ്രദർശിത പ്രണേത്രഭിരമുക്താനാം അമീമാംസുരകർമ്മണാം ഇഹാദശ്രയസപ്പാപ ലോകയോരുഭയോ കൃത ഏവം ത്വം നിരണക്രോശോ ബാലാനാമധിഭിദ്ധരേ പാർശ്വമധ്യേ ജലസി യശോഹാ നിരപത്രവ അനുഭാഗവതാ നിത്യം ഭൂതാനുഗ്രഹകാതര ഹൃദയത്വാം സൗഹൃദഘ്നം വൈ വൈരംഗനമ വൈരിണാം നേത്രം പുംസാമിരാഗസ്യ ത്വയാ കേവലിനാമഷ അന്യസേകദിവശമം സ്നേഹപാസനികൃന്ദനം താനുഭൂതിമജാനാതി പുമാൻ വിഷയതീക്ഷ്ണത നിർവിദ്രേ സ്വയം തസ്മാന്ന തഥാഭിനഹി പരൈ യന്നസ്ത്വം കർമ്മസന്ധാനാം സാധൂനാം ഗൃഹമേധിനാം കൃതവാനസ ഗുരുമർഷം വിപ്രിയം തവ മർഷിതം അന്തവൃന്ദന യന്നസ്ത്വം അഭദ്രമദന പുനഃ തസ്മാൽ ലോകേഷു തേ മൂഢ ന ഭവേത് പ്രമദപദം ശ്രീശുക ഉവാച പ്രതിചഗ്രാഹതപാഠം നാരദ സാധു സമ്മത ഏതാവാൻ സാധുവാദോ ഹി തിരിക്ഷേദേശ്വര പുമാൻ തിരിക്ഷേദേശ്വര സ്വയം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിയോതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ആർമോസ്യ സംഹിതായാം ഷഷ്ഠസ്കന്ധേ നാരദശാപോ നാമ പഞ്ചമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹര്യശ്വന്മാരെ ശബളാശ്വന്മാരെ എന്ന പുത്രന്മാരെ ഒക്കെ നാരദൻ ഉപദേശിച്ച് മുക്തിപഥത്തിൽ എത്തിച്ചപ്പോ ശാപം കൊടുത്തു. ഇനി എന്താ ചെയ്യാ? സൃഷ്ടി വർദ്ധിപ്പിക്കാനുള്ള പ്രചോദനാണ് ദക്ഷന്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ തന്റെ പത്നിയിൽ 60 കന്യകമാർക്ക് പെൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു എന്നാണ്. ആ പെൺകുട്ടികളെയൊക്കെ വളരെ ലാളിച്ചു വളർത്തി അവർക്കൊക്കെ വിവാഹപ്രായം എത്തിയപ്പോൾ അവരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 60 കന്യകമാരെയും വിവാഹം കഴിച്ചു. ആരൊക്കെ കൊടുത്തതെന്നൊക്കെ ഉള്ളതാണ് അടുത്ത അധ്യായത്തിൽ പറയണം. അതിലുണ്ടായിട്ടുള്ള വംശങ്ങളൊക്കെ അങ്ങനെ വർണ്ണിക്കുന്നു. 27 പേരെ ചന്ദ്രൻ വിവാഹം കഴിച്ചു. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നൊക്കെയാണ് അത്ര ഇവരുടെ പേര്. അങ്ങനെ 10 പേരെ ധർമ്മദേവൻ വിവാഹം കഴിച്ചു. 13 പേരെ അതിഥി, ധനു, കാഷ്ട, അരിഷ്ട, സുരസ, ഇള അങ്ങനെ തുടങ്ങി 13 പേരെ കശ്യപൻ വിവാഹം കഴിച്ചു. പിന്നെ 4 പേരെ താർക്ഷൻ. ഇനി ആകെ കൂടി 6 പേരെ ബാക്കിയുള്ളൂ. ഈ 2 പേരെ ഭൂതനും കൃശാസനും അങ്കിരസും കൂടി വിവാഹം കഴിച്ചപ്പോൾ 60 പേരുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള വംശപരമ്പര അങ്ങനെ വർണ്ണിക്കുന്നു. അതങ്ങനെ വർണ്ണിച്ച് അതൊക്കെ വേഗം പറഞ്ഞു പോയിട്ട് അവസാനം കശ്യപന്റെ 13 പത്നിമാര്. അതൊരു പ്രത്യേകതയാണെന്ന്. കാരണം അവര് വല്ലാത്ത വിരോധികളായി പരസ്പരം നിന്ന്. അതൊരു ഈശ്വരേച്ഛ എന്നല്ലാണ്ട് പറയാൻ വയ്യ. അതിഥിക്ക് ദിതിയെ കണ്ടുകൂടാ, ദിതിക്ക് അതിഥിയെ കണ്ടുകൂടാ. ധനുവിന് കാഷ്ട കണ്ടുകൂടാ, കാഷ്ടയ്ക്ക് ധനുവിനെ കണ്ടുകൂടാ. അപ്പൊ അമ്മമാർക്ക് അങ്ങോട്ടും കൂടെ കണ്ടുകൂടാ എന്ന് പറഞ്ഞപ്പോ പിന്നെ അവരുടെ മക്കളും അതുപോലെ തമ്മത്തല്ലാവുമല്ലോ. അതാണ് ആദിത്യന്മാരും ദൈത്യന്മാരുള്ള തമ്മത്തല്ലാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ തമ്മത്തല്ല എന്നാണ്. പരസ്പരം തമ്മത്തല്ല എന്നുള്ളത് ഇടത്തെ കൈയും വലത്തെ കൈയോടെ തമ്മത്തല്ലും. ചിലപ്പോൾ എന്താ ഈ മുകളിലത്തെ നാവും പല്ലും കൂടി തമ്മത്തല്ലുമല്ലോ നമ്മുടെ ഉള്ളിൽ തന്നെ. അങ്ങനെ പല തമ്മത്തല്ലുകളാണ് ലോകത്തില്. തമ്മത്തല്ലുകളെ കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. അപ്പൊ അത് ഏറ്റവും കേമായിട്ടുള്ള തമ്മത്തല്ലെന്ന് പറഞ്ഞാൽ അതാണ് ദേവാസുരന്മാര് തമ്മിലുള്ളതാണ്. ഈ ദേവന്മാരെന്ന് പറഞ്ഞാൽ അതിഥിയുടെ മക്കള്, അസുരന്മാരെന്ന് പറഞ്ഞാൽ ദൈത്യൻ മക്കളെന്ന് സ്വാഭാവികമായിട്ട് പറയും. ദിതിയുടെ മക്കളെ ദൈത്യന്മാരെന്ന് പ്രത്യേകം പറയുന്നു മാത്രം. അങ്ങനെ ദേവാസുര യുദ്ധത്തിന്റെ പ്രത്യേകത അതാണ്. ഏറ്റവും വലിയ യുദ്ധം നടത്തം. അങ്ങനെയുള്ള യുദ്ധം അവര് തമ്മിലുള്ള ശന്ധ അതങ്ങനെ തീരെ കണ്ണിൻ്റെരെ കണ്ടുകൂടാണ്ട് ചെയ്യുന്നതാണ് അവര്. അത്ര കണ്ടാൽ പരസ്പരം കടിച്ചു തിന്നണ പോലെ അത്ര വിരോധം മുട്ടും. എന്നാൽ അതിൻ്റെ ഇടയിൽ അത്യത്ഭുതം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ വംശം ഇങ്ങനെ വർണ്ണിച്ചു വരുമ്പോ ഈ ദേവന്മാരുടെ വംശത്തിലുള്ള ത്വഷ്ടാവ്, അതിഥിയുടെ മക്കളുടെ മകനാണ് ത്വഷ്ടാവ്, ദേവേന്ദ്രന്റെ അനിയനാണ്. ആ ത്വഷ്ടാവ് വിവാഹം കഴിച്ചത് ദിതിയുടെ മകളായിട്ടുള്ള രചനയാണ്. ഇവര് തമ്മില് സ്നേഹിച്ച് വിവാഹം കഴിച്ചു എന്നാണ്. ഗാന്ധർവ വിധി പ്രകാരം അവര് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചോടുകൂടി 2 ആളെയും പുറത്താക്കി, 2 കൂട്ടരും. അങ്ങനെ പുറത്താക്കിയിട്ട് ഒന്നും കിട്ടാണ്ടായി.
അങ്ങനെ തൊഷ്ടാവിനും രചനയ്ക്കും വല്ലാത്ത വിഷമങ്ങളൊക്കെ അയച്ചാലും അവരുടെ ഉപാസന ശക്തമായി. അതുകൊണ്ട് തന്നെ അതില് വിശ്വരൂപൻ എന്നൊരു പുത്രനുണ്ടായി. അവർക്ക് അതി തേജസ്വിയായി എന്നാണ്. ഇങ്ങനെയൊക്കെ അത്ഭുതം ഉണ്ടായോ? ആ വിശ്വരൂപനെ ദേവന്മാർ ഗുരുനാഥനായിട്ട് തന്നെ വാഴിച്ചു ഒരു കാലത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇത് അത്ഭുതമായിട്ടുണ്ടല്ലോ. ആ കഥ എനിക്ക് വിസ്തരിച്ച് കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആ കഥയാണ് വിസ്തരിച്ച് പിന്നീട് അധ്യായങ്ങളിൽ പറയുന്നത്. ഈ വംശ പരമ്പരയൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായ ശ്രീശുക ഉവാച തതഃ പ്രാചേതസോസിജ്ഞാമന്യേതസ്വയം ഭുവ ഷഷ്ഠിം സഞ്ജനയാമാസ പിതൃഃ പിതൃവത്സലാഃ ദശധർമായ കായേന്ദ്രോ ദ്വിഷക്തൃണവദത്വാൻ ഭൂതാംഗിരഃ കൃശാശ്വേഭ്യോ ദ്വിവേദ്വേദാക്ഷയായ ചാപരാഃ നാമധേയാന്യമൂഷാം തും സാപത്യാനാം ച മേ ശൃണു യാസാം പ്രസൂതി പ്രസവേർലോകാഃ പൂരിതാസ്ത്രയാ ഭാനുർലംബകഗുജ്ജാമൃതവിശ്വാസാധ്യാമരുത്വതി വസുർമുഹൂർത്താ സങ്കൽപ്പാ ധർമ്മജ്ഞസ്സുതാൻ ശൃണു ഭാനോസ്തുർദേവർഷഭൈന്ദ്രസേനസ്തതോ നൃപ വിദ്യോദാസീലംബായാസ്തസ്തനൈത്നവ ഗൃഹസങ്കടസ്തസ്യ കീകടസ്തനയോ യഥാ ഭുവോ ദുർഗാണി ജാമയ സ്വർഗോനന്തിസ്തതോ ഭവൻ വിശ്വേദേവാസ്തു വിശ്വായ പ്രജാം സ്ഥാൻ പ്രചക്ഷതേ സാധ്യോ ഗണസ്തു സാധ്യായ അർത്ഥസിദ്ധിസ്തുതൻ സുധാ മരുത്വാം ജയന്തസ് മരുത്വത്യാം ബഭൂവതു ജയന്തോ വാസുദേവാംശ ഉപേന്ദ്ര ഇതിയം വിദു മുഹൂർത്തികാദേവഗണ മുഹൂർത്തായ സുജജ്ഞിരേ ये वै फलं प्रयच्छन्ति भूतानां स्वस्वकालजं सङ्कल्पाय सङ्कल्पः कामः सङ्कल्पजस्मृता वसवोष्ठो पुत्रास्तेषां नामानि मे शृणु द्रोणः प्राणो ध्रुवोष्ठो अग्निर्दोषो वसुर्विभावसु द्रोणस्य अभिमतेः पत्न्या हर्षयोगभयादया प्राणस्य वर्धस्वती भार्या सहायोः पुरोजव ध्रुवस्य भार्या धरणिरसूदविविधाः पुरा अर्कस्य वासना भार्या पुत्रास्तर्षादयः स्मृताः अग्निर्भार्या सौर्धारा पुत्रा त्रिवृगादया स्कन्दस्य पुत्रो ये विशाखादेस्तदा दोषस्य गर्वरीपुत्र शिशुमारोहरे कला वसोराङ्गिरसी पुत्रो विश्वकर्माकृतिपति ततो मनुश्चाक्षुषो भूद्विश्वे साध्यां नमस्सुताः विभावसोरसूदोषा युष्टमरोजिषमातपं पञ्चयामोधभूतानि जाग्रतकर्मसु स्वरूपासूदभूतस्य भार्यारुद्रांशकोटिचां रेवतोजो भवो भीमो वामो गुरो विशाकवे अजयगवादहर्बुद्ध्यो बहुरूपो महानिधि बुद्धस्य पार्षदश्चान्ये घोरा भूतविनायकाः प्रजापतेरङ्गिरसस्सुधापत्नी पितृनथ अथर्वाङ्गिरसमेतं पुत्रत्वे जागरोत्सति कृशाश्वोर्चिषिभार्यायां धूमर्हे समजीजनल धिषणायां यदुचिरो देवलं वैनं मनं तारक्षस्य वनिदागद्रोः पदङ्गीयामिनीति च पदंगी असुद पदगान्यामिनी शतभानथ सुवर्णासुदकृतं साक्षादिन्येशवाहनं सूर्यसुदमनूरिं च कद्रूर्नानानेकश कृत्तिकादीन नक्षत्राणि इन्दोः पत्न्यस्तु भारत दक्षशापादसो अनपत्यस्वास्वशक्ष्मद्ग्रहार्दिता पुनः प्रसाद्य त्वं सोमः कलालेभेक्षयेद्दिदाः शृणुनामान् लोकानां मातॄणां शङ्कराणि च अथ कस्य पत्नीनां निर्प्रसूतमिदं जगत् अदिदधनुः काष्ठारिष्टासुरसा इडा मुनिः क्रोधवशाताम्रासरिभिस्रमादिमि तिमेर्यादो गणा संश्वापदाः सरमासुदाः सुरभिर्मैषागावो ये चान्ये द्विषभान्द्रप ताम्रायाः स्येन गृध्राद्यां नेरक्षरसाङ्गणाः नन्दशोकादे सर्पाराजन क्रोधवशान्मजाः विलाया भूरिभाः सर्वे अदधानास्य सुवृताः अरिष्टायास्य गन्धर्वाः काष्ठायाद्युभेदराः सुतादनोरेकषष्टिस्तेषां प्राधानिकान् शृणु विमूर्धा चम्बरोरिष्टो हयग्रीवो विभावसु अयोमुखस्यङ्कुशिनाः सुभानोः कपिलोरुणा पुलोमाक्षप्रवासैकचक्रो हृदापना धूम्रकेशो विरूपाक्षो विप्रजितस्य दुर्जया प्रभानोः सुप्रभां कन्यामुवाहनुजेह्किला वृषपर्वणस्य जन्मिष्ठाम्यादन्नाहुषो बलिः वैश्वानरसुतायास्य तदस्राश्चार्दर्शनाः उपदानलीहयशिला पुलोमाकालका तथा उपदानलीहिरण्याक्षः कर्तुर्हयशिलां नृप पुलोमां कालकां च द्वे वैश्वानरसुतेतुका उभयमेवेथ भगवान् कश्यपो ब्रह्मचोदिता पुलोमाः कालकेयास्य दानवायुद्धशालिना तयोः षष्टिसहस्राणिज्ञघ्नांस्ते विदुः पिता जघानस्वर्गदोराजन्येक इन्द्रप्रियङ्गरा विप्रचित्तिः सिंहिकायां शतंशेकमजीजनल राहुज्येष्ठं यदुशतं ग्रहत्वं यौकागद तथा दशविधरामंशो योगितेन पूर्वशा यत्र नारायणदेवस्वांशेन अवतरद्विभो विवस्वानिमापूषा त्वष्टाथ सविता भग धाता विधाता वरुणमित्रश्चक्रविक्रमा विवस्वदश्चाधदेवं संज्ञासुवितवैमनं मिथुनं च महाभागायमं देवं निमीं तथा सैव भूत्वाथ बडवाना सत्यौ सुषुवे भुवि छायाशनिश्चरं लेभे सावर्णिं च मनुं तदा कन्यां च तपतीं लिया वै वपुरे संवरणं पदीं हरिमणो मातृकावत्नेतयोस्तरुणे सुताः यत्र वै मानुषीजातिर्ब्रह्मणा चोपकल्पिता पूषा अनपत्यः कृष्णादो भग्नदन्दो अभवल्पुरा योऽसौ
രക്ഷായ കൃതം ജഹാസ വിവൃതദ്വിജ ത്വഷ്ടോർദൈത്യാനുജോ ഭാര്യാരചനാ നാമകന്യക സന്നിവേശസ്തയോർജ്ഞ വിശ്വരൂപസ്യ വീര്യവാൻ തമവ്രതേ സുരഗണാസ്ത്രീയം ദിഷതാമപി വിമതേന പരിത്യകഥാ ഗുരുണ അങ്കിരസേനയിൽ ശ്രീകൃഷ്ണാർപ്പണോസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ ഷഷ്ഠോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വിശ്വരൂപനെ ദേവന്മാർ ഗുരുനാഥനായിട്ട് വാഴിച്ചു എന്ന് കേട്ടുവല്ലോ അങ്ങ് കഥ പറയണതിൻ്റെ ഇടയിൽ. അപ്പൊ ഈ ബൃഹസ്പതി ഉണ്ടല്ലോ ദേവന്മാരുടെ ഗുരുനാഥൻ, ആ ബൃഹസ്പതി എന്തേ പറ്റി? ബൃഹസ്പതി അപമാനിച്ചോ? എങ്ങനെ അദ്ദേഹം ഗുരുനിന്ദ, ഇന്ദ്രൻ തന്നെ ഗുരുനിന്ദ നടത്തി എന്നൊക്കെ ഒരു സൂചന ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് അത്ഭുതമായിട്ടുണ്ടല്ലോ. അതെന്താ? ആ കഥ വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയുമ്പോൾ സുഖബ്രഹ്മർഷി പറയുന്നു, ഒരിക്കല് ദേവലോകത്ത് ഗംഭീരായിട്ട് നൃത്തവും വാദ്യമൊക്കെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ബൃഹസ്പതി അങ്ങനെ കയറി വന്നു. അപ്പൊ അതൊക്കെ നിർത്തിയിട്ട് പിന്നെ ബൃഹസ്പതിയെ പൂജിച്ച് അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തണം. അപ്പൊ അത് ഇന്ദ്രനെ അത്ര അപ്പൊ സന്തോഷമായിട്ട് രസമായിട്ട് ഇങ്ങനെ നൃത്തവും പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ അത് വെച്ച് ഇങ്ങനെ നിർത്തുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് നിർത്തിയാച്ചാൽ പിന്നെ അത് രസമായി വരാൻ എത്ര നേരം വേണം? അപ്പൊ ബൃഹസ്പതി കണ്ടാലല്ലേ ഇപ്പൊ അദ്ദേഹത്തിന് ബഹുമാനിക്കാൻ പറ്റും. കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു എന്നാണ്. അത് ബൃഹസ്പതിക്ക് മനസ്സിലായി. അദ്ദേഹം അങ്ങനെ അവിടുന്ന് തിരിച്ചുപോയി. ഈ നൃത്തമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പരിഭ്രമം തുടങ്ങി ഇന്ദ്രനെ. ബൃഹസ്പതിയെ കാണാനില്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഇരിക്കുമോ, ഞാൻ കണ്ടില്ല എന്നടിച്ചതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുമോ എന്ന് വിചാരിച്ച് വേഗം അവിടുന്ന് ആശ്രമത്തിലേക്ക് ഓടി. ബൃഹസ്പതി അവിടുന്ന് പോയി എന്നാണ്. എന്നെ കണ്ടില്ല എന്ന് എനിക്ക് വെച്ചാൽ പിന്നെ ഞാനെന്തിനാന്നുള്ള നാട്യത്തിൽ അദ്ദേഹം അവിടുന്ന് അപ്രത്യക്ഷമായി. പിന്നെ എന്താ, ഈ ആകെ വിഷമായി. അവർക്ക് ദിനം പ്രതി ഐശ്വര്യം നഷ്ടപ്പെട്ടു. ഗുരുനാഥല്ലാണ്ട് ആകെ പ്രശ്നമായി. ഒടുക്കം സത്യലോകത്തെത്തി ബ്രഹ്മാവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോ ഗുരുനിന്ദ അതിനിപ്പോ പ്രായശ്ചിത്തൊന്നുമില്ല. എന്നാ ഇപ്പൊ തൽക്കാലം ഒരു രക്ഷ കിട്ടാൻ ഒരു വഴിയുണ്ട്. അത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാ ത്വഷ്ടാവിന് ഒരു മകൻ ഉണ്ടായിട്ടുണ്ടല്ലോ, വിശ്വരൂപൻ. അതിതേജസ്വിയാണ്, നിങ്ങൾക്കറിയില്ലേ? ആ വിശ്വരൂപനെ ത്വഷ്ടാവ് നിങ്ങളുടെ ഗുരുനാഥനായിട്ട് വാഴിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ മേടിച്ചോളൂ. അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു. വിശ്വരൂപനെ നിങ്ങളെ ഗുരുനാഥനായിട്ട് വാഴിച്ചു വെച്ചാൽ നിങ്ങളുടെ കാര്യമൊക്കെ നടക്കും. പക്ഷെ വിശ്വരൂപൻ എന്തൊക്കെ കാണിക്കേണ്ടതെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ കാര്യം നടത്തി തരുന്നില്ലേന്ന് നോക്കിയാൽ മതി. ആവശ്യമില്ലാത്തതൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾക്കറിയാലോ, ത്വഷ്ടാവിന് രചനയിലുണ്ടായ പുത്രനാണ്. ആ വിശ്വരൂപന്റെ അമ്മയാണ് രചന. രചന അസുര സ്ത്രീയാണ്. അപ്പോ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ല അയാൾക്ക്. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണത് കണ്ടു എന്ന് അടിക്കാണ്ട് അതൊക്കെ ചിലപ്പോൾ നിങ്ങളത് കണ്ടില്ല എന്ന് അടിക്കേണ്ടി വരും. നിങ്ങളുടെ കാര്യം നടക്കണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു. ബ്രഹ്മാവ് അങ്ങനെ പറഞ്ഞയച്ചു. ഇങ്ങനെ ഇനി വിശ്വരൂപനെ കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഇതുവരെ ആ ത്വഷ്ടാവിനെ അപമാനിച്ചുകൊണ്ടായിരിക്കണത്. എല്ലാം കൊണ്ടും എപ്പോഴും ഈ സ്വർഗലോകത്തേക്ക് കയറ്റില്ല. ത്വഷ്ടാവിന് അരിക്കുന്നതൊന്നും കൊടുക്കില്ല. ഇങ്ങനെ ത്വഷ്ടാവിനെ കണ്ടാൽ കൂട്ടത്ത് കൂട്ടില്ല. എല്ലാം കൊണ്ട് ത്വഷ്ടാവിനെ അപമാനിച്ചുകൊണ്ട് നിന്നേർന്ന ദേവന്മാര് ഇനി എങ്ങനെ അദ്ദേഹത്തിന് ഗുരുനാഥനായിട്ട് വാഴിക്കുക? എന്തായാലും പെട്ടാ പിന്നെന്തായാലും അത് കഴുതക്കാലം പിടിക്കാൻ വേണ്ടിയില്ലല്ലോ കാര്യം നടക്കണമെങ്കിൽ. അത് പോവാ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ത്വഷ്ടാവിൻ്റെ അടുത്ത് ചെന്ന് കാര്യം മെല്ലെ മെല്ലെ അവതരിപ്പിച്ചു എന്നാണ്. ത്വഷ്ടാവിനുണ്ടായി ഒരു സന്തോഷം. ഇതുവരെ അപമാനിച്ചവര് തന്റെ പുത്രനെ ഗുരുനാഥനായിട്ട് വേണമെന്നാ പ്രാർത്ഥിക്കണത്. അപ്പോ ഏതായാലും സന്തോഷമായി. ത്വഷ്ടാവിന് സന്തോഷമായി. ആ വിശ്വരൂപനെ ഗുരുനാഥനായിട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചു. അങ്ങനെ ആ വിശ്വരൂപനെ 3 തലകളാണ് വിശ്വരൂപനെ നാട്. കാരണം എന്തുകൊണ്ടാ? ഭൂമിയിലാ ജനിച്ച്. അപ്പൊ മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് അന്നം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ശിരസ്. പിന്നെ അച്ഛന്റെ കൂടെ ദേവലോകത്തെത്തിയോ പോണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് ബ്രഹ്മാവ് സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത്ര പോണ്ടിന്ന് വരുന്നില്ല, അവര് അതപ്പതിച്ച് നിർത്തിക്കിരിക്കുക. എന്നാലും വേണ്ടി വരുമ്പോ സുരാപാനം, ആ അമൃത സോമം രസം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ശിരസ് എന്നാണ്. പിന്നെ അസുരന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ കൂടെ പോകുമ്പോ മദ്യം സേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ശിരസ്. ഇങ്ങനെ 3 ശിരസ്സുള്ള വിശ്വരൂപൻ ദേവന്മാരുടെ ഗുരുനാഥനായിട്ട് വാണു. അങ്ങനെ ദേവന്മാർക്ക് ബൃഹസ്പതി ഉപേക്ഷിച്ചു പോയതിനാൽ
ഉണ്ടായ ദുരിതം മുഴുവൻ തീർന്നു, അവർക്ക് ഐശ്വര്യമൊക്കെ കിട്ടി എന്നുള്ളതൊക്കെയാണ് അടുത്ത അധ്യായങ്ങളിലായിട്ട് വന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. തഥാ സപ്തമോധ്യായ രാജോവാച അസ്യ ഹേതോഃ പരിത്യക്താചാര്യേണ ആത്മനസ്സുരാഃ ഏതദാചക്ഷു ഭഗവൻ ശിക്ഷ്യാണാമക്രമം ഗുരു. ശ്രീശുകാപ്രവാച ഇന്ദ്രസ്യ ഭുവനൈശ്വര്യമതോല്ലംഘിത സൽപഥ മരുദ്ഭരോസുഭിരുദ്രൈരാദിത്യർഭവിർനൃപ വിശ്വേദേവൈः സമാഗ്ധൈസ്നാസ്ത്യാഭ്യാം പരിശ്രിത സിദ്ധജാനഗന്ധർഭൈർമുനിഭിർപിണിമവാദിഭിः വിദ്യാധരാം സർവഭിസ്സകിന്നരൈः പദഗൗരവൈः നിഷേപ്യമാണോ ഭഗവാൻ സ്തൂയമാനസ്യ ഭാരത ഉപഗീയമാനോ ലളിതമാസ്ഥാനാധ്യാസനാശ്രിതഃ പാണ്ഡുരേണാദപത്रेण ചന്ദ്രമണ്ഡലചാരുണ യുക്തദസ്സാന്യൈः പാരമീഷ്ണൈശ്ചാമരവിജനാദിഭിः വിരാജമാനः പൗലോമ്യാ സഹാർദ്ധാസനയാ ഭുജം സ യഥാ പരമാചാര്യം ദേവാനാമാത്മനസ്സഃ ആഭ്യനന്ദസമ്പ്രാപ്തപ്രത്യുത്ഥാനാസനാദിഭിः വാചസ്പതിം മുനിവരം സുരാസുരനമസ്കൃതം നോച്ചജാതാസനാദിന്ദ്രപശ്യന്നപി സഭാഗതം തതോ നിർഗത്യ സഹസാ കവിരാംഗിരസാ പ്രഭോ ആയോസ്വ ഗൃഹം ദൂഷ്ണി വിദ്വാൻ ശ്രീമദ്വിക്രിയാം തർഹേ ബുദ്ധിേന്ദ്രോ ഗൃഹേണമാത്മനാ ഗർഹയാമാസദസി സ്വയമാത്മാനമാത്മനാ ഭോപതമമാസാധു കൃതം വൈദഭ്രബുദ്ധിന എന്മയൈശ്വര്യമത്തെ ൃതസികാൽകൃത കോകൃതിയിൽ പണ്ഡിതവൃക്ഷേഷ്ണപദേവി യാഹമാസുരം ഭാവനീതോദ്യബുധേശ്വര യേ പാരമേഷ്ഠം ധീഷണമധിതിഷ്ഠന്ന കഞ്ചന പ്രത്യുത്തിഷ്ഠേതി ധർമ്മം തേന പരം വിദു തേഷാം കുപദ്ധതേ ശൃണമൃതാം തമസിഖ്യഥ യേ ശബ്ദധ്രുവജസ്തേ വൈമഞ്ജന്യ സ്വപ്ലവാ ഇവ അഥാഹമരാചാര്യമഗാധധിഷണം ദ്വിജം പ്രസാദിഷ്യേ നിശഠശീർഷ്ണാതച്ചരണം സൃജൻ ഏവം ചിന്തയതസ്യ മഘോനോ ഭഗവാൻ ഗൃഹാൻ ബൃഹസ്പതിർഗതോ ദൃഷ്ടാംഗതിമധ്യാത്മമായ ഗുരോർനാധിഗതസ്സംജ്ഞാം രേക്ഷൻ ഭഗവാൻ സ്വരാട് ധ്യായൻ ധ്യാസുരേതൃതശർമ്മനാലഭുതാത്മന തച്ഛ്രുതേവാസുരാः സർവാശ്രിത്യൗജൻ സമ്മതം ദേവാൻ പ്രത്യുദ്യമം ച കൃണ്മദ ആതതായിന ദേവാൻ പ്രത്യുദ്യമം ചക്രുദുർമജ ആതതായിന തൈർവിസൃഷ്ടേഷുഭിസ്തീക്ഷ്ണൈർനിർഭിന്നാംഗൂർബാഹവ ബ്രഹ്മണം ചരണജിഗ്മസ്സഹേന്ദ്രാന്തരന്ധരാः താംസ്ഥാഭ്യർത്ഥിതാൻ വീക്ഷ്യ ഭഗവാനാത്മഭൂരജ കൃപയാപനയാ ദേവോവാച വിരസാന്വയൻ ബ്രഹ്മോവാച അഹോപസുരശ്രേഷ്ഠാഹ ഭദ്രം വഹ്കൃതം മഹൽ ബ്രഹ്മിഷ്ഠം ബ്രാഹ്മണം ദാന്തമൈശ്വര്യാന്നാഭ്യവദ്യത ബ്രഹ്മിഷ്ടം ബ്രാഹ്മണം ദാനമൈശ്വര്യാന്നഭ്യനന്ദിത തസ്യായമനയസ്യാസിൽ പരേഭ്യോ വഃ പരാഭവ ദക്ഷിണേഭ്യഃ സ്വൈരിഭ്യഃ സമൃദ്ധാനാം ജയൻ സുരാഃ മഘവൻ വിഷുതഃ പശ്യ പ്രക്ഷീണൻ ഗുർവതിക്രമാൽ സംപ്രത്യുഭജിതാൻ ഭൂയ കാവ്യമാരാധ്യ ഭക്തിദ ആദതിരണ്യരേണ മമാവി ഭൃഗുദേവതാഃ ത്രിവിഷ്ടപംക്തിം ഗണയന്ത്യഭേദ്യമന്ത്രാഭൃഗൂണാമനുശിക്ഷിതാർത്ഥാഃ ന വിപ്രഗോവിന്ദകവീശ്വരാണാം ഭവന്തി അഭദ്രാണി നരേശ്വരാണാം തദ്വിശ്രൂപം ഭജനാശ വിപ്രം തപസ്സിനം ത്വാശ്രമധാത്മവന്തം സഭാജിതോഷ്ഠാൻ സവിധാസ്ദേവോ യദി ക്ഷമിഷ്യധ്വമുദാസ്യ കർമ്മ ശ്രീശുക ഉവാച തൈർമുദിതാരാജൻ ബ്രഹ്മണ വിഗതജ്വരാഃ ഋഷിം ത്വാഷ്ട്രമബ്രജി പരിഷ്വജ്യേതമബ്രുവൻ ദേവാ ഊജു അയം തേ അധിതേ പ്രാപ്താശ്രമം ഭദ്രമസ്തുതേ കാമസ്തഭാഗ്നാന്താപിതॄണാം സംയോജിത പുത്രാണാം ഹി വിരോധമപി ശുശ്രൂഷാം സദാ അഭിപുത്രോദാം ബ്രഹ്മകിമുദാ ബ്രഹ്മചാരിണാം ആചാര്യോ ബ്രഹ്മണോ മൂർത്തിഃ പിതാമൂർത്തിഃ പ്രജാപതയഃ ഭ്രാതാമരുത്പതേർമൂർത്തിർമാതാ സാക്ഷാൽ സ്ഥിതേസ്തനൂഃ ദയയാ ഭഗീമൂർത്തിധർമ്മസ്യാത്മാതിഥി സ്വയം അഗ്നൈരധ്യാഗതോ മൂർത്തിഃ സർവഭൂതാനി ചാത്മന തസ്മാത് പിതॄണാമാർത്താനാമാർത്തിം പരപരാഭവം തപസാപനയം സ്ഥാത സന്ദേശം കർത്തുമർഹസി പ്രണീയമഹേത്വോപാധ്യായം പ്രനിഷ്ഠം